ഇന്ന് നമ്മൾ ഇടപെടുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും പവർ പതിഞ്ഞ് കിടക്കുന്നുണ്ടാവുമോ? ആ പവർ പരിശുദ്ധാത്മാവിൻ്റെതാണോ അതോ പൈശാചിക ലോകത്തിൻ്റെതാണോ? ഇപ്പം ഹലാലിൽ പോലും ഒരു ഓതലാണ്. ആ ഓതലിലൂടെ അവർ സേവിക്കുന്ന അരൂപികളുടെ സ്വാധീനം ആ ഭക്ഷണപദാർത്ഥങ്ങളിൽ വരുന്നുണ്ട്. എന്തുമാത്രം പരിശുദ്ധാത്മ ശക്തി നമ്മിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്കെതിരെയുള്ള തിന്മയുടെ ശക്തിയെ തോപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് വലിയൊരു തത്വമാണ്. ആ ക്രൂശിതനെ മറന്നിട്ട് കുരിശ് മാത്രം ഫോക്കസ് ചെയ്ത എന്നതാ അർത്ഥമിരിക്കുന്നത്. കുരിശനെ കുരിശാക്കിയത്, വിശുദ്ധ കുരിശാക്കിയത് അതിൽ തൂങ്ങി മരിച്ച ഈശോയാണ്. സ്നേഹമുള്ള സഹോദരരെ, നമ്മൾ ഇപ്രാവശ്യം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സെപ്റ്റംബർ 13 ആരാധനാക്രമ മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിന് മുമ്പുള്ള കാലഘട്ടം, ഏലിയ ശ്രീവ മോശ കാലഘട്ടം. ശ്രീവയുടെ തിരുനാളാണ് നാളെ. ശ്രീവ കാലത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. സഭയിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ ആരംഭിച്ച ഈ ഒരു തിരുനാൾ. അതുകൊണ്ട് തന്നെ നിരവധിയായ സഭകളിൽ, കത്തോലിക്ക എല്ലാ റീത്തുകളിൽ, അകത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബ അങ്ങനെയുള്ള സഭകളിലെല്ലാം ആഘോഷിക്കപ്പെടുന്നൊരു തിരുനാളാണ്. കാരണം ക്രൈസ്തവ വിശ്വാസത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയ രാജാവ് നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. സഭയെ പീഡിപ്പിച്ച 10 റോമൻ രാജാക്കന്മാർ 10ാമത്തെ ആള്. അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലേന വിശ്വാസത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ മകൻ കോൺസ്റ്റന്റൈൻ രാജാവ് വിശ്വാസത്തിലേക്ക് വന്നിരുന്നില്ല. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പരാജയം ഉറപ്പായ അവസ്ഥയിൽ ഈ ഹെലേന അമ്മ രാജ്ഞി ഇങ്ങോട്ട് നിർബന്ധിച്ച് വിശ്വാസത്തിലേക്ക് വരാനും കുരിശൻ്റെ അടയാളം പതാക ചേർക്കാനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു ദർശനത്തിൽ കൂടെ ആണ് അദ്ദേഹത്തിന് ബോധ്യം കിട്ടുന്നത്. അത് വെച്ച് അദ്ദേഹം തൻ്റെ പതാകയിൽ, റോമൻ പതാകയിലുണ്ടായിരുന്ന മറ്റ് ഗരുഡൻ്റെയൊക്കെ പടമൊക്കെ മാറ്റിയിട്ട് കുരിശ് അടയാളം വെച്ച് പരസ്യമായിട്ട് തകർക്കാൻ നോക്കുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ കുരിശനെ തൻ്റെ പതാകയിൽ പതിച്ചുകൊണ്ട് ആ യുദ്ധത്തിന് ഇറങ്ങി. അത് അസാമാന്യമായൊരു ചുവടുവയ്പ്പാണ് ഈ മഹാരാജാവ് ചെയ്തത് വിശ്വാസത്തിൻ്റെ. അതേസമയം ഒരു അന്വേഷണത്തിൻ്റെ ഭാഗവും കൂടിയായിരുന്നു. ഒരു തമ്പുരാൻ്റെ മുമ്പിൽ അടയാളം ചോദിക്കലായിരുന്നു. ആ യുദ്ധം അത്ഭുതകരമായിട്ട് ജയിച്ചു. അതുപോലെ അതിന് ബോധ്യമായി. പിന്നെ അമ്മയുടെ പശ്ചാത്തല പ്രേരണയുണ്ടായിരുന്ന ഹെലേന രാജ്ഞിയുടെ. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം 313 മിലാനിൽ വെച്ചൊരു വിളംബരം നമുക്കറിയാം, എഡിറ്റ് ഓഫ് മിലാൻ. ക്രൈസ്തവ സഭയ്ക്ക് അല്ലെ ക്രൈസ്തവ ക്രിസ്ത്യാനികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം, റോമിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രൈസ്തവ മതത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് സഭയുടെ വളർച്ച വേറൊരു രീതിയിൽ അങ്ങോട്ട് കയറുകയാണ്. ഒരുപാട് സ്വാതന്ത്ര്യം എല്ലാം കിട്ടിയപ്പം ആ കാലഘട്ടങ്ങളിലാണ് 313 സംഭവം. 326, 27, 28 ആ വർഷങ്ങളിൽ ഹെലേന രാജ്ഞി ജെറുസലേമിലേക്ക് പോയി. അവിടെ ചെന്ന് വിശുദ്ധ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഈശോയെ വധിച്ച ഗാഗുൽത്തായിൽ ഈശോ അടക്കിയ സ്ഥലം അവിടെ എല്ലാം പരിശോധിച്ച് എന്തെങ്കിലും കുരിശിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാൻ അങ്ങനെ തപ്പുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വിജാതീയ ആരാധനാലയം, അത് തകർക്കാനായിട്ടുള്ള പ്രേരണ വരുന്നത് അത് മാറ്റി. കാരണം അത് ഈശോ അടക്കിയ കല്ലറയുടെ മുകളിൽ തന്നെ ഉണ്ടാക്കിയിരുന്നത്. അത് നീക്കി അവിടം ഇങ്ങനെ മണ്ണ് മാറ്റിയപ്പോൾ കുരിശൻ്റെ തടി കിട്ടി. അതേക്കുറിച്ച് പല ചരിത്രകാരന്മാർ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിലേതാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ തടി എന്നറിയാനായിട്ട് ചില രേഖകളിൽ പറയും അതിൻ്റെ മുകളിൽ, ഈശോയുടെ മുകളിൽ INR ലിഖിതമുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത് മക്കാരിയൂസ് എന്നൊരു ബിഷപ്പ് അന്ന് ജെറുസലേമിലുണ്ടായിരുന്നത്. ഈ തടി കഷ്ണങ്ങൾ ഇങ്ങനെ കണ്ടപ്പം ഇതിലേതാണ് ഈശോയെ തറച്ച കുരിശ് അറിയാനായിട്ട് അദ്ദേഹം മക്കാരിയൂസ് ചെയ്തത് അവിടെയുള്ള വളരെ ആഢ്യമായ ഒരു കുടുംബത്തിലുള്ള ഒരു അമ്മ, ഒരു സ്ത്രീ, വളരെ ഗൗരവകരമായ രോഗാവസ്ഥയിലായിരുന്ന ആളുകളായിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഈ തടികൾ ഓരോന്നും ഈ സ്ത്രീയുടെ ശരീരത്തിൽ തൊടുവിച്ചുവെന്നും 3ാമത്തെ തടി തൊടുവിച്ചപ്പോൾ തൽക്ഷണം അത്ഭുതകരമായ രീതിയിൽ സൗഖ്യമുണ്ടായുമെന്നുള്ള ഒരു
വിവരണമാണ് പല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് പല സഞ്ചാരികളുടെ കുറിപ്പുകളിലൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് ഈ കുരിശ്. അതിനുശേഷം അവിടെ പള്ളി പണിതു, ആ പള്ളിയിലെ കുരിശ് ഈ തടി ഇങ്ങനെ ആഘോഷമായിട്ട് സ്ഥാപിച്ചു. അത് ചില പ്രത്യേക അവസരങ്ങളിൽ ആൾക്കാർക്കെല്ലാം വന്ന് വണങ്ങാനായിട്ട് ലഭ്യമാക്കുമായിരുന്നു. അപ്പം ബിഷപ്പ് വന്ന് അവിടെ ഇരുന്ന് ഡീക്കന്മാരൊക്കെ ചുറ്റും നിന്ന് ഈ തിരുശേഷിപ്പ് അതിൻ്റെ ചെപ്പ് തുറന്ന് എടുത്ത് വലിയൊരു കഷ്ണം ആൾക്കാർക്ക് അടുത്ത് വന്ന് വന്ദിക്കാൻ, ചുംബിക്കാൻ ഇങ്ങനെ അവസരം കൊടുക്കുമായിരുന്നു. അവിടെ സംഭവം, കൗതുകര സംഭവം പറയുന്നുണ്ട്. ആൾക്കാർ ഒരിക്കലും അങ്ങനെ വന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ആദ്യം വന്നപ്പം ഈ തടി കടിച്ചു, ഒരു പിടി കടിച്ചെടുത്തിട്ട് അങ്ങനെ തിന്നു. അങ്ങയുടെ വിശ്വാസം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് ഡീക്കന്മാർ ചുറ്റും നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ പിന്നെ ഈ കുരിശിൻ്റെ വണക്കത്തിനായിട്ട് കുരിശ് കാണിച്ചിരുന്നുള്ളൂ, പ്രദർശിപ്പിച്ചിരുന്നുള്ളൂ എന്ന് 380 ഇത് 326, 27, 28 കാലഘട്ടമാണല്ലോ ഇത്. 380 ആ സ്ഥലത്ത് പോയ യൂജിയ എന്നൊരു സ്ത്രീ എഴുതിയൊരു കത്തിനകത്ത് ഈ വണങ്ങാൻ പോയി കണ്ട കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ചരിത്രപരമായ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഇന്ന് ഇങ്ങനെ കുരിശിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ വായിച്ചത് സുവിശേഷ ഭാഗം ഈശോയുടെ കുരിശിലെ മരണം. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ കുരിശ് മരണം നമ്മൾ ആചരിക്കുന്നു ആദരവോടെ ഈശോയ്ക്കൊപ്പം. ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കുരിശിൻ്റെ പ്രസക്തി ചിന്തിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനമാണ് നമ്മൾ അവിടെ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും എല്ലാം. ഈശോയുടെ പീഡാസഹനമാണ്. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഈ സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ, കുരിശിലൂടെയുള്ള രക്ഷ, കുരിശിൻ്റെ ശക്തി, അതേക്കുറിച്ചാണ്. ഈ പുകഴ്ച എന്നുള്ള പറച്ചിലുകാർ, എക്സൾട്ടേഷൻ, ഉയർത്തൽ, ആഘോഷിക്കൽ, സ്ഥാപിക്കൽ, അത് വരുന്നത് ഹെലേന രാജ്ഞി ആഘോഷമായിട്ട് ഈ കുരിശ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ സ്ഥാപിച്ചു. പരസ്യമായി വണക്കത്തിനായിട്ട് പള്ളി ഉണ്ടാക്കി സ്ഥാപിച്ചു. അതിൻ്റെ ഓർമ്മ. പിന്നീട് കുരിശ് യുദ്ധങ്ങളൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ കുരിശ് അവിടുന്ന് മോഷണം പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് പിന്നെ തിരിച്ചു സ്ഥാപനങ്ങൾ പല സംഭവങ്ങളുണ്ട്. 7-ാം നൂറ്റാണ്ടിലൊക്കെ വീണ്ടും ആഘോഷമായിട്ട് ഹാഗ്യ സോഫിയ എന്ന് പറയുന്നതായ ഇന്ന് മോസ്കാക്കി മാറ്റിയിരിക്കുന്ന ആ പള്ളിയിൽ 7-ാം നൂറ്റാണ്ടിൽ കുരിശിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ നല്ലൊരു പങ്ക് സൂക്ഷിച്ചു. ബാക്കി പകുതി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിലേക്ക് കൊണ്ടുപോയതാണ്. ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം അങ്ങനെ ഈ ഹാഗ്യ സോഫിയ എന്നുള്ള പള്ളിയിൽ ആഘോഷമായിട്ട് 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു വീണ്ടും. അങ്ങനെ കുരിശിൻ്റെ പുകഴ്ച, എക്സാൾട്ടേഷൻ, അങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഇന്ന് ഈ തിരുനാൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ, നാളെയാണുള്ള തിരുനാൾ ദിവസം, ഇത് നമ്മുടെ ലൈഫിൽ വളരെ പ്രസക്തിയുള്ള, ഒരുപക്ഷെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഏറ്റവും, കാരണം ഈശോ കുരിശിലാണ് രക്ഷ നേടിയത് നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 31, 32, 33 വാക്യങ്ങളിൽ ഈശോ പറയും, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, അതൊക്കെ യോഹന്നാൻ പറയുകയാണ്, താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് കാണിച്ച ഈശോ സൂചിപ്പിച്ചത്. ഉയർത്തപ്പെടുമ്പോൾ കുരിശിലാണ്. ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഈ കുരിശും വിടുതലുമായിട്ട് നേരെ ബന്ധമുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിലുള്ള പൈശാചിക സാന്നിധ്യ സ്വാധീന കെട്ടുകൾ വിടുവിക്കാൻ നോക്കുമ്പം വിശുദ്ധ കുരിശ് വഴി ഈശോ നേടിയ ആ കൃപ അറിഞ്ഞ് സ്വന്തമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പതാക തിരുനാളിനെ ഉയർത്തുമ്പം പതാകയിൽ, കൊടിയിൽ കുരിശടയാളം ഉള്ളത് നമ്മൾ പാടുന്നുണ്ടല്ലോ. കുരിശിൻ കിരണങ്ങൾ നരന വിമോചനവും, ബാക്കി എന്താണ്? കുരിശിൻ കിരണങ്ങൾ നരന് വിമോചനവും സാത്താൻ ഉൾക്കടമാം ഭയവും നൽകുന്നു. സാത്താൻ ഉൾക്കടമാം ഭയവും നൽകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നുണ്ട് കുരിശ് ഉയർത്തി കൊടിയേറ്റുന്ന അവസരത്തിലൊക്കെ. അപ്പോൾ കുരിശുമായിട്ടുള്ള ഈ ബന്ധം, പക്ഷെ ഇന്ന് ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഒരു പ്രത്യേക ചിന്ത, നമ്മൾ ചിന്തിക്കാറുള്ളതൊരു കാര്യമാണ്, ഒരു മേഖലയാണ്. ഈ മക്കാരിയൂസ് ബിഷപ്പ് ഹെലേന രാജ്ഞിയും കൂട്ടരും പൊക്കിയെടുത്ത തടി കഷ്ണങ്ങൾ, അതിലേതാണ് ഈശോയുടെ കുരിശിൻ്റെ തടി എന്നറിയാനായിട്ട് ചെയ്തത് നമ്മൾ നമുക്കറിയാം. ആ രോഗിണിയുടെ പക്കൽ കൊണ്ടുവന്ന് അപ്പോൾ രോഗശാന്തി ഉണ്ടായി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇത് 327-ലോ 8-ലോ ആണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം ഒരു 300 വർഷം മുമ്പാണ് ഈശോ അവിടെ കുരിശിൽ മരിക്കുന്നത്. AD 33.
300 വർഷത്തോളമായി ഇപ്പം ആ തടി അങ്ങനെ. കാരണം അത് കഴിഞ്ഞ് പിന്നീട് ക്രൈസ്തവ പീഡനമാണ്. അപ്പോൾ സ്വരം പറഞ്ഞ ജെറുസലേമിൽ നിന്നും യാക്കോബിനെ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ചിതറിക്കപ്പെടുന്നു. നമുക്കറിയാം ജെറുസലേമിലൊന്നും ക്രൈസ്തവർക്ക് തലവെക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. റോമാക്കാരും യഹൂദരും ഒരുപോലെ ക്രൈസ്തവരെ പീഡിപ്പിക്കുക. സാവൂളൊക്കെ വീടുകൾ തോറും കയറി ഇറങ്ങി. അങ്ങനെ പിന്നീട് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 95 ആകുമ്പോഴേക്കും യാമ്നിയ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു യഹൂദ കൗൺസിലിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. സാബത്ത് സിനഗോഗിലും ദേവാലയത്തിലും ഒക്കെ യഹൂദര് പ്രാർത്ഥിക്കാൻ വരുമ്പം അവർ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് വേണം അകത്ത് കയറാൻ, പ്രാർത്ഥന സംബന്ധിക്കാൻ. ഏതാണ്? യേശു ക്രിസ്തു ദൈവവും കർത്താവും അല്ല എന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരെ മാത്രമേ ജെറുസലേം ദേവാലയത്തിലും സാബത്തിലെ സിനഗോഗുകൾ ശുശ്രൂഷിച്ച് കയറ്റുകയുള്ളൂ. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ വരുന്ന എല്ലാവരും നിർബന്ധിതരായി. അതുവരെയും ഈ പറഞ്ഞ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദരും സിനഗോഗിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. അപ്പം ഇത്രയും കൂടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് പള്ളിയിലൊന്നും കയറാൻ മേല, സിനഗോഗിൽ കയറാൻ മേലാത്ത അവസ്ഥ വന്നു. കയറിയിട്ടുണ്ടെങ്കിൽ യേശുവിനെ തള്ളി പറയണം. അത്രയും പോലും കാര്യങ്ങൾ വഷളായി. അപ്പം അങ്ങനെയുള്ള ജെറുസലേമിൽ ഈ കാകുൽത്തായും എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. ഇതൊന്നും ആരും അതിനെ കുരിശൻ്റെ ബാക്കി തപ്പാൻ പോകാൻ ആർക്കും അവസരവുമില്ല, സാഹചര്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ 300 വർഷമായിട്ട് ആ തടിക്കഷ്ണം അവിടെ മണ്ണിൽ പൂണ്ട് കിടക്കുന്നു. ആ തടിക്കഷ്ണത്തിൽ ഈശോ കുരിശിൽ മരിച്ചപ്പോൾ സംഭവിച്ചതായ കാര്യങ്ങളുടെ ഒരു ഇംപ്രിൻറ്റിങ് പതിഞ്ഞ് കിടക്കുന്നു. ആ തടിക്കഷ്ണത്തിലുള്ള ആ പവർ അതിൽ തന്നെ പ്രവർത്തന സജ്ജമാണ്. ഞാനിങ്ങനെ ഈ ഒരു തിരുനാളിനെ കുറിച്ച് ഇന്നത്തെ വചന വിചിന്തനം വെച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ചെറിയ സംഭവം. കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനമായിരുന്നു നമുക്കിവിടെ, തിരുമ്പത്തെ ആഴ്ചയിൽ ഓണാവധിക്കാലത്ത്. ധ്യാനത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ കൈവേഷത്തെക്കുറിച്ചൊക്കെ പങ്കുവെച്ചപ്പോൾ അത് കഴിഞ്ഞ് ഒരു സഹോദരി എൻ്റെ പക്കലെത്തി ഇടവ സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ ധ്യാനിക്കാൻ വരുന്ന 2-ാം പ്രാവശ്യമാണ്. ഞാൻ ഇന്നയാളാണ്. ആ കുടുംബത്തെ മുഴുവൻ എനിക്കറിയാം. കാരണം ആ കുടുംബത്തിൽ എല്ലാവരും ധ്യാനിക്കാൻ വന്നിട്ടുണ്ട്, വളരെ ദൂരെ നിന്നുള്ളവരാണ്. അച്ഛൻ ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. എന്നുവെച്ചാൽ ഞാൻ കൈവേഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, കൈവേഷത്തിൻ്റെ സാന്നിധ്യ സ്വാധീനമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരടയാളം അവർക്ക് ഛർദ്ദിക്കാൻ വരും. ഛർദ്ദിച്ച് പോകുന്ന അവസ്ഥ, അല്ലെ വയറിളകി പോകുന്ന അവസ്ഥ. ഇവിടെ തന്നെ പല സംഭവങ്ങളും അങ്ങനെ. അപ്പം അങ്ങനെ ഞാൻ പറ്റുന്നത് പറഞ്ഞങ്ങ് പോയി, ചുരുങ്ങിയ പരാമർശം നടത്തിയുള്ളൂ. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, വെച്ചാൽ ഇത് കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അന്നിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എന്നിട്ട് സഹോദരി പറഞ്ഞൊരു കാര്യം, സഹോദരി ധ്യാനത്തിന് വന്നു 5-6 മാസം മുമ്പാണ്. സഹോദരി വീട്ടിൽ 3 മക്കളാണ്, 3 പെൺപിള്ളേരാണ്, അപ്പനും അമ്മയും. കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നൊരു കുടുംബമായിരുന്നു. അവരിവിടെ ധ്യാനത്തിന് ഓരോരുത്തരുടെ വരാൻ തുടങ്ങി. അപ്പനൊഴികെ ബാക്കി എല്ലാവരും, ഒരു മകളും 3 പ്രാവശ്യം ധ്യാനം കൂടി, മറ്റു മക്കൾ അമ്മയും 2 പ്രാവശ്യം ധ്യാനം കൂടി, അപ്പൻ 1 പ്രാവശ്യം ധ്യാനം കൂടി വീണ്ടും വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഞെരുങ്ങുന്ന വീട്ടെപ്പോഴും കലഹം. സഹോദരി പറയുകയാണ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും പറയുന്നതിൻ്റെ എതിരെ കേൾക്കുന്നവർക്ക് തിരിയുള്ളൂ. മറ്റുള്ളവർ എന്നോട് എന്ത് പറഞ്ഞാലും അവരുദ്ദേശിക്കുന്നതിൻ്റെ എതിരാണ് എനിക്ക് തിരിയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി അറിയാമല്ലോ, കലഹം, ഒച്ചപ്പാട്, ബഹളം, അസ്വസ്ഥത. ഇങ്ങനെയൊരു വല്ലാത്ത നാരകീയ അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. മറ്റു രീതിയിലും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഈ സഹോദരി മൂത്തയാളാണ് 3 പെൺമക്കളിൽ. അവൾ പറയുകയാണ്, അവൾ സ്പോർട്സിന് വലിയ മിടുക്കിയായിരുന്നു. മിടുക്കെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിലാണ് പഠിക്കുന്നത്. 2014 ഡിഗ്രിക്ക് പഠിക്കുമ്പം അവൾ അത്ലറ്റിക് മത്സരങ്ങൾ, ഓട്ടം, അത് 5000, 6000 കിലോമീറ്റർ, 10,000 മീറ്റർ വെച്ചാൽ 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 10 കിലോമീറ്ററിൻ്റെ ഒക്കെ ഓട്ട മത്സരത്തിലാണ് അവൾ ചേർന്നിരുന്നത്. അങ്ങനെ ചങ്ങനാശ്ശേരിയിലായിരിക്കുമ്പം 2014 ഒരു ഓട്ട മത്സരത്തിന് ഇറങ്ങുമ്പം അവളുടെ കാല് തൊട്ട് തലേ ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പം അവിടെ മുറ്റത്ത് കിടന്നിരുന്ന ഏതോ ഒരു അലുമിനിയം ഷീറ്റ് എന്ന് പഴുതൽ ബാക്കി കിട്ടുന്ന അവിടെ കാല് കൊണ്ട് മുറിഞ്ഞു. അവൾ പറഞ്ഞു, എന്നും അതിലേ പോകുന്നതായിരുന്നു, പക്ഷെ അന്ന് കാല് കൊണ്ട് മുറിഞ്ഞു. അത് ഞരമ്പ് മുറിഞ്ഞില്ല, പക്ഷേ അല്പം മുറിവുണ്ട്. അപ്പോൾ അത് കണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഓടാൻ പോകണ്ട, ഓട്ടം തന്നെയാണ്.
പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് ഓടണം. അവൾ ആ കാലും വെച്ചുകൊണ്ട് ഓടി ഫസ്റ്റ് മേടിച്ചു, സെലക്ഷൻ കിട്ടി നാഷണൽ തലത്തിലേക്ക്. ഡോക്ടർമാർ പറഞ്ഞ് പോകരുതെന്ന് പറഞ്ഞു, കാരണം കാലിനൊക്കെ ഇത് വന്നിട്ട് കരുവാളിച്ച് നീല നിറമായ ശരീരത്തിലൊക്കെ തന്നെ. പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് ഓടണം, മത്സരിക്കാൻ പോകണം. അവൾ ഓൾ ഇന്ത്യ തലത്തിൽ മത്സരത്തിന് പോയി ഫസ്റ്റ് മേടിച്ചു. ഓൾ ഇന്ത്യ തലത്തിൽ ഈ കാലിലും വെച്ച് പോയി ഫസ്റ്റ് മേടിച്ചു. അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ സ്പോർട്സിൽ അത്രയും മികവുള്ള ഒരു വ്യക്തിക്ക് ജോലി കിട്ടാൻ ഒരു വിഷമവും ഉണ്ടാകത്തില്ല. കാരണം അതുപോലെയുള്ള മെരിറ്റ് അവൾക്കുണ്ട് ഈ രീതിയിൽ. പക്ഷെ അവൾ പറയുകയാണ് 2014 മുതൽ അവൾ ജോലിക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. കാര്യങ്ങളിങ്ങനെ അടുത്തടുത്ത് വരും, കൃത്യം വരുമ്പോൾ നടക്കുകയില്ല. അങ്ങനെ 10-11 വർഷം ഒരു ജോലിയും കിട്ടിയില്ല. 2014 മുതൽ 25 വരെ ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ ശരിക്കും ഞെരുങ്ങി. ഇത്രയും ഓൾ ഇന്ത്യ തലത്തിൽ നാഷണൽ ബെസ്റ്റ് ഫസ്റ്റ് മേടിച്ച ആളാണ് ഒരു ഓട്ടത്തിന്, എന്നിട്ട് ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെ വിഷമിച്ച് ജോലി അങ്ങനെ അവസാനിച്ച അവസ്ഥയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ 2019 മുതൽ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. 3 പെൺപിള്ളേരാണ്, മൂത്തവളാണ് ഇവള്. കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ഒരു ആലോചനയും മുന്നോട്ട് നീങ്ങുന്നില്ല. കല്യാണം തടസ്സപ്പെട്ട് കിടക്കുന്നു. വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളും. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ധ്യാനത്തിന് വരുന്നത്. ധ്യാനം വന്നു കൂടി. അപ്പോൾ പറയുകയാണ്, ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ നിയോഗം സമർപ്പിക്കുന്നുണ്ട്. നിയോഗം എഴുതിക്കൊണ്ട് അവൾ വന്നു. ഞാൻ അത് മേടിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പം അവൾക്ക് അസ്വസ്ഥത വന്നു. അവളൊന്ന് ഉരുണ്ട് മറിഞ്ഞ് വീണു. ഇവിടെ അല്പം കുഴഞ്ഞു വീണു, ബഹളമല്ല. അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അവിടെ പോയി ഛർദ്ദിച്ചു. പക്ഷെ ശരിക്കും ഛർദ്ദിന് പോയില്ല. അങ്ങനെ ഓക്കാനിച്ച് പിന്നെയുള്ള ധ്യാന ദിവസങ്ങളിൽ സ്തുതിപ്പിൻ്റെ അവസരം വരുമ്പോൾ എല്ലാം പ്രത്യേകിച്ച് അവൾക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. പക്ഷെ അവളത് പിടിച്ചു വെച്ച് അങ്ങനെ നിന്നു. അത് ഛർദ്ദിച്ചാൽ പറ്റിയല്ലാത്തതുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു അടയാളമാണ്. നിർബന്ധമില്ല, കൈവിഷത്തിൻ്റെ അവസ്ഥയ്ക്കകത്തുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരാം. അത് ഛർദ്ദിച്ച് പോകുന്നില്ല. അല്ല, വയറ് ഇളകുന്ന അവസ്ഥ, അങ്ങനെ ഇവിടെ അനുഭവങ്ങൾ പറയുന്നു. ആൾക്കാർ പങ്കുവെക്കാറുണ്ട്. വയറ് ഇളകി നൊന്തിട്ട് പ്രാർത്ഥന കഴിയുമ്പോഴേ പോകുന്നു, റെസ്റ്റോറൻറ്റിൽ പോകുന്നു, നല്ലപോലെ വയറിളകി പോകുന്നു. അതോടെ നാളുകളായുള്ള പ്രശ്നങ്ങൾ തീരുന്നു. അപ്പോൾ ഈ അവസാനത്തെ ദിവസത്തെ കഴിവ് പ്രാർത്ഥന മേടിച്ചു കഴിഞ്ഞപ്പം ഈ സഹോദരിക്ക് ഛർദ്ദിക്കാൻ വല്ലാണ്ട് വന്നു. അവൾ ഓടിപ്പോയി ഛർദ്ദിച്ചു. അപ്പോൾ പറയണ ഛർദ്ദിലിനകത്ത് കുറച്ച് ചോര ഉണ്ടായിരുന്നു. അതൊരു അഴുക്ക് ചോര പോലെ ഇങ്ങനെ. അതിനകത്ത് തടിക്കഷ്ണം ഉണ്ടായിരുന്നു. അവൾ പറയുകയാണ്, ഞാൻ തടിക്കഷ്ണോ? അപ്പോൾ പറയാം, അച്ഛാ അത് ഈ പതിമുഖത്തിൻ്റെയൊക്കെ ചീള് നമ്മൾ ഇട്ട് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുകയല്ലേ, അതുപോലെ. ആ കൊച്ചു പറഞ്ഞ വാക്ക് അതേപടി ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ പങ്കുവെക്കാൻ പേരന് വന്നപ്പോൾ ഞാൻ അവളെ വിളിച്ച് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച് വിശദമായിട്ട് വേറെ എടുത്തിട്ടാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചീള് പോലെ തടിയുടെ ചെറിയ കഷ്ണം ഇതിനകത്ത് ഉണ്ടായിരുന്ന അച്ഛാ, അത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതൊന്നും എന്നോട് പറഞ്ഞില്ല, ആ ദിവസം ഒന്നും പറഞ്ഞില്ല. അവിടെ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ധ്യാനത്തിന് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴാണ് അവൾ എന്നെ പേഴ്സണ് വന്നപ്പം പറയുന്നത്. അപ്പോൾ ഞാനിവിടെ അടുത്ത ടോക്കിന് കയറി കഴിഞ്ഞപ്പം ഞാനിവളെ വിളിപ്പിച്ചു, മോളെ നീ നിൻ്റെ അനുഭവം ഒന്ന് ചെറിയ വാക്കിൽ ഷെയർ ചെയ്യാം. സാറിന് നമ്മൾ ധ്യാനം സാക്ഷ്യങ്ങൾ പറയിപ്പിക്കാറില്ല. കാരണം ഡെലിവറൻസിൻ്റെ മേഖല പലർക്കും പറയാൻ ഇഷ്ടമില്ല, പലർക്കും അത് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ല. കാരണം അങ്ങനത്തെ ഒരു വശം ആയതുകൊണ്ട് ഇവളിങ്ങനെ പരസ്യയോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ചോദിച്ചിരുന്നു, നിനക്ക് പങ്കുവെക്കാൻ താല്പര്യം? ഞാൻ പറയാച്ചാന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവിനെ കൂട്ടിയാണ് കല്യാണം നടന്നു. ഭർത്താവിനെ കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടോക്കിനിടയ്ക്ക് അവളെ വിളിച്ച് മൈക്ക് കൊടുത്ത് അവൾ ചെറിയ വാക്കുകൾ കാര്യം പങ്കുവെക്കുകയും. അപ്പോൾ കഴിഞ്ഞ ബാച്ച് ധ്യാനം കൂടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വിശദാംശം എനിക്ക് അറിയത്തില്ലായിരുന്നു, ഈ തടിയുടെ കാര്യമൊക്കെ. അപ്പം അങ്ങനെ ഛർദ്ദിച്ചവൾ പോയി. അവൾ പറയുകയാണ്, അച്ഛാ അത് കഴിഞ്ഞ് ജോലിക്ക് അപേക്ഷ കൊടുത്തപ്പം 2 ജോലി ഒരുമിച്ചിട്ട്. ഒരെണ്ണം ആദ്യം ഇടുക്കി രൂപതയുടെ കോർപ്പറേറ്റ് സ്കൂളിൽ സ്പോർട്സിൻ്റെ മേഖലയിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ സർക്കാർ ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടി, വേറെ കിട്ടി. പിന്നെ കോർപ്പറേറ്റ് ജോലി കളഞ്ഞിട്ട് സർക്കാർ ജോലിയെടുത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി. പെട്ടെന്ന് 2 ജോലി വെച്ചിട്ടെന്ന് പറയും. ഇതുവരെ 11 വർഷമായിട്ട് ഒരു ജോലിയും തുറന്ന് കിട്ടുന്നില്ല വെച്ച് പറയാണ്. എന്ന് മാത്രമല്ല, കല്യാണത്തിന് ആലോചന വന്ന് അത് കഴിഞ്ഞ ഉടനെ വന്നൊരാലോചന കൃത്യമായിട്ട് വന്ന് നടന്നു. കല്യാണവും കഴിഞ്ഞപ്പോൾ 6 മാസം പ്രഗ്നൻറ്റുമാണ്. ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനം കൂടാനായിട്ട് ഇവിടെ വന്ന് അവർ ഈ കാര്യം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞാനിത് ഓർക്കാൻ കാരണം, ഇപ്പം ഇത് പറയാൻ കാരണം, ഒന്ന് ഈ കൈവിഷം ഇങ്ങനെയൊക്കെയുള്ള ക്ഷുദ്രപ്രയോഗം ഇതൊക്കെ ഉണ്ടെന്ന് അനേകർ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് കേൾക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പുച്ഛവും നിന്ദയും പറയുകയാണ്. അച്ഛന്മാർ തന്നെ, ഇപ്പം ഞാൻ തന്നെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ ഉള്ളതിനെ നിന്ദിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെയുള്ള
വീഡിയോകൾ പോലും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ കൈവശത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ ചുമ്മാ വിഷമിപ്പിക്കാതെ പേടിപ്പിക്കാതെ കൂടോത്രം മന്ത്രം എന്നെ ഇതൊക്കെ പണ്ടത്തെ കെട്ടുകഥകളല്ല, ഇതൊക്കെ വല്ല കളിപ്പേരിൻ്റെ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരിഹാസം ഒരുപാട് യൂട്യൂബ് പോലും കിടക്കുന്ന കാണാൻ നിങ്ങൾക്ക് പറ്റും. യഥാർത്ഥത്തിൽ ഇപ്പം ഞാനൊരു ചെറിയ കണക്ഷൻ വെച്ച് പറയും, പ്രാക്ടിക്കലായതുകൊണ്ട് പറയും, നമ്മൾ ഇങ്ങനത്തെ ഒരു മേഖലയിൽ കെട്ട് നമ്മുടെ ലൈഫിൽ കയറി കിടക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവർ, ഈ സഹോദര അനുഭവം കണ്ടോ, 11 വർഷമായിട്ട് ഇത്ര മിടുക്കി സമർത്ഥയായ മെരിറ്റുള്ള ഒരു പെൺകുട്ടി യുവതിയായിട്ട് പോലും 11 വർഷമായിട്ട് ഒറ്റ ജോലിയും കിട്ടുന്നില്ല, ഒറ്റ ജോലിയും കിട്ടുന്നില്ല. അത്ര തന്നെ വിഷമിക്കുകയാണ്. 11 ഈ ധ്യാനം കൂടി ഛർദിൽ ഇത് കഴിഞ്ഞപ്പം നേരെ 2 ജോലി ഒരുമിച്ച്, വിവാഹ തടസ്സം അത് നടന്നു, അത് മാറിക്കിട്ടി. അപ്പം ഇതിൻ്റെ പുറകെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ നിന്നയും പൊച്ചയും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീക്കും. നമ്മൾ ഇന്നലെ കെട്ടപ്പെട്ട് കിടക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ നാളെ കുരിശൻ്റെ പുകഴ്ച തിരുനാൾ, ഹെലേന രാജ്ഞി, മക്കാരിയൂസ് ബിഷപ്പ് അദ്ദേഹം ചെയ്ത് എന്താണെന്ന് ഓർത്ത് നോക്കി. ആ തടിക്കഷ്ണം എടുത്തിട്ട് ആ രോഗിണിയായ സഹോദര മക്കൾ കൊണ്ടുവന്നപ്പോൾ രോഗം മാറിയെന്ന് പറയുമ്പം ആ തടിക്കഷ്ണത്തിന് 300 വർഷമായിട്ടും ഒരു പവർ പതിഞ്ഞ് കിടക്കുന്നില്ലേ? കണ്ടോ, ഒരു തടിക്കഷ്ണത്തിന് 300 വർഷമായിട്ടും ഒരു പവർ പതിഞ്ഞ് കിടക്കുന്നു. 300 വർഷമായിട്ട് ദൈവോത്തരം തൂങ്ങി മരിച്ച, കുശു മരിച്ച അവിടുത്തെ തിരിച്ചോരിൽ കുതിർന്ന തടി. ഈശോ സ്വർഗത്തിലോട്ട് പോയി, സ്വർഗത്തിലാണ്. ഇതാരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. 300 വർഷമായിട്ട് തടിക്കഷ്ണം മണ്ണിനടി കിടന്നിട്ടും ആ തടിക്കഷ്ണത്തിൽ പവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സഹോദരി 11 വർഷം മുമ്പ് എങ്ങനെയോ അകത്ത് ചെന്ന ചെറിയൊരു തടിയുടെ പൂള്, അതിനുള്ള പൈശാചിക ശക്തി അവളുടെ ഉദരത്തിൽ കിടന്നിട്ട് പ്രവർത്തിക്കുകയാണ്, അവളെ തകർക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, ആ മുറിവിൻ്റെ വിഷയം അവൾ പറഞ്ഞാൽ അങ്ങനെ ഒരു മുറിവ് ഉണ്ടാകാൻ ഒരു കാര്യമില്ല, ഞങ്ങൾ എന്നും പോകുന്നത് അതിലെ. പക്ഷെ എങ്ങനെ കാലത്തായിട്ട് ഇത് പറ്റും എനിക്ക് അറിഞ്ഞുകൂടച്ചാ. എന്നിട്ട് വർഷങ്ങളോളം അതിൻ്റെ ഞെരുക്കം. പിന്നെ വീട്ടിൽ അവൾ തന്നെ പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത്, ആര് എന്നോട് എന്ത് പറഞ്ഞാലും അവരുദ്ദേശിക്കുന്നതിൻ്റെ എതിരോടെ എനിക്ക് തിരിയുള്ളൂ. ഞാൻ എന്താരോട് പറഞ്ഞാലും അത് വീട്ടിൽ ഞാൻ പറയുന്നതിന് എതിരെ അവർക്ക് തിരിയുള്ളൂ. അതുകൊണ്ട് എന്താ കലഹം, അസ്വസ്ഥത, പ്രശ്നം, വഴക്ക്, കുറ്റപ്പെടുത്തൽ, ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിരിയും. നമുക്ക് ഒരു കാര്യം, നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താവും കുടുംബാംഗങ്ങൾ സന്തോഷമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. എങ്കിലും 1 പറഞ്ഞ് 2 പറഞ്ഞ് വഴക്ക്, ബഹളം, തർക്കം, മക്കാണം, തിരിയുന്നില്ല. ശകമുള്ളവരെ, പൈശാചിക മേഖല അകൽച്ചയുടെ അരൂപിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വചനം കൊണ്ട് പിശാചിനെ പുറത്താക്കിയെന്ന് മത്തായി 8:16 വായിക്കുമ്പോൾ 2 അർത്ഥമുണ്ട്. എന്താണത്? 1, ശബ്ദിക്കരുത്, ഇറങ്ങിപ്പോ, വചനം കൊണ്ട് ഇറക്കി വിട്ടു. 2, വചന വ്യാഖ്യാനം കൊടുത്തുകൊണ്ട്, വചനം, ഞാൻ പറയുന്ന വചനം ആത്മാവ് ജീവനുമാണ്, നിത്യജീവനാ ഈശ്വര വചനം. സാബത്തിൽ കപർനാസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പം മർക്കോസ് 1:21 വചനം കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരുത്തനിലെ പിശാച് അലറി, നീ എന്തിന് ഇടപെടുന്നു ഞങ്ങളുടെ കാര്യത്തിൽ? ഈശോന്റെ അടുത്ത് എന്നില്ല, പേര് വിളിച്ചിട്ട് കൈവച്ചൊന്നുമില്ല, വചന വ്യാഖ്യാനം കൊടുത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ വചനത്തിന് നമ്മൾ കാതോർക്കുമ്പം വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും നമ്മിലേക്ക് വരും. എലിമടയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന എലിയെ പുകച്ച് പുറത്ത് ചാടിക്കുന്നു പറഞ്ഞ പോലെ, വചനത്തിന് കാത് തുറന്ന് ശ്രദ്ധിക്കുന്ന വ്യക്തിയിലേക്ക് വചനം കയറി ചെല്ലുമ്പം ബുദ്ധി, ഓർമ്മ, മനസ്സ്, ചിന്ത, ഭാവന മേഖലയെല്ലാം ഈ വചനത്തിലുള്ള ദൈവിക ജീവനും ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും കയറി ചെല്ലും. എലിമടയുടെ പൊത്തിന് വാതുക്കൽ പുകച്ച് അടിച്ചു കൊടുക്കുമ്പോൾ, പാളയ്ക്ക് അടിക്കുമ്പം പുകയകത്തെല്ലാം കയറി എലിയെ പുറത്താക്കും, പുകച്ച് പുറത്തടിക്കും എന്ന് പറഞ്ഞവർ തന്നെ വചനത്തിന് കാത് തുറക്കുന്ന, ഉള്ളു തുറക്കുന്ന വ്യക്തിയിൽ അവിടെ തന്നെ വിടുതൽ വരും. ഞാൻ പറഞ്ഞു, സഭയുടെ ക്രൈസ്തവ സഭകളിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ ഉള്ള ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ് ഈ കുരിശിൻ്റെ പുകഴ്ച തിരുനാൾ. അതിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് ഈ കുരിശ് തിരിച്ചറിഞ്ഞു, അത് ഈ രീതിയിലാണ്. പക്ഷെ നമ്മൾ അതേപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ എൻ്റെ ഒരു പ്രായോഗിക വശമെന്ന് ഓർത്ത്, ഇപ്പം ഞാനീ പറഞ്ഞ ചിന്ത നമുക്കെടുക്കാൻ ഇഷ്ടമില്ല, അല്ലെ ആൾക്കാർ എടുക്കുകയല്ല, തർക്കിക്കുന്നവർ.
ഒരു വസ്തുവിൽ ഒരു പവർ നിൽക്കുന്നു. 300 വർഷമാണ് തടിക്കഷ്ണത്തിൽ. ആ തടിക്കഷ്ണത്തിൽ കിടന്ന് ചോര ചിന്തി പിടഞ്ഞു മരിച്ച ഈശോയുടെ സമ്പർക്കം വഴി, ഈശോയുടെ തിരുരക്ത സ്പർശനം വഴി, ഈശോയുടെ കുരിശിനുള്ള പ്രാർത്ഥന നിലവിളി വഴി, ആത്മസമർപ്പണം വഴി ആ തടിയിൽ പതിഞ്ഞതായ പവർ 300 വർഷം കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മറുവശം ഓർത്തെ 11 വർഷമായിട്ട് ഈ സഹോദരൻ്റെ, ഞാൻ പറഞ്ഞ സഹോദരൻ്റെ ഉള്ളിൽ ചെന്ന ആ ചെറിയ തടി കഷ്ണത്തിൽ ഒരു പവർ നിൽക്കുന്നു. ആ പവർ തിന്മയുടെ പവറാണ്. ആ പവർ പ്രവർത്തനക്ഷമമാണ്. അത് നിന്നിട്ട് അവരുടെ വ്യക്തിജീവിതത്തെ, ആരോഗ്യത്തെ, ജോലി മേഖല, കുടുംബം, ജീവിതാവസ്ഥ പ്രവേശിക്കാനുള്ള അവരുടെ ആഗ്രഹപരിസരം എല്ലാത്തിനും ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇതാണ് സ്നേഹമുള്ളവരെ ഈ കൂടോത്രത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ ഒരു മേഖല. ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും, നമ്മുടെ ഈ നാളുകളിൽ വിളക്കന്നൂരെ ദിവികാരുടെ അത്ഭുതത്തെക്കുറിച്ച് കണ്ടും കേട്ടും നിങ്ങൾ പോയി കണ്ടുമൊക്കെ എത്ര പെർഫെക്റ്റായിട്ടാണ് ഈശോയുടെ മുഖം അവിടെ ഭംഗിയായിട്ടൊരു ചിത്രമായിട്ട് വരച്ച് വന്നിരിക്കും. ചുമ്മാ തോണ്ടിയും കോറിയൊന്നുമല്ല, നല്ല വ്യക്തമായൊരു തിരുമുഖം, ഈശോയുടെ മുഖം. ആ ഓസ്തിയിൽ നമുക്കറിയാം 12 വർഷമായി ആ സംഭവം അച്ഛനാ ബലി അർപ്പിച്ച ആ ഓസ്തി. 12 വർഷമായിട്ട് ഈ ഓസ്തി എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഒന്ന് ആ മുഖം തെളിഞ്ഞ് വന്നു. ഒപ്പം ഓർത്ത് നോക്കിക്ക്, അങ്ങനെ ഒരു അപ്പക്കഷ്ണം 12 വർഷമായിട്ട് പൂത്തുപോയില്ല, അത് കുശത്ത് പോയില്ല, പൊടിഞ്ഞു പോയില്ല. അതെന്തേ ഒരപ്പക്കഷ്ണം അങ്ങനെ ഇരിക്കുമോ? പ്രത്യേകമായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിച്ചൊരു കൊതപ്പപ്പം അല്ലത്. ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല അതിനകത്ത്. അത് ആ പള്ളിയിൽ അന്ന് കുറേ നാൾ വെച്ചു. തലശ്ശേരി രൂപതാ കേന്ദ്രത്തിൽ കൊണ്ടുവച്ച് അരമനെ വെച്ചു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് കൊണ്ടുവച്ചു. വത്തിക്കാനിൽ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ലാബിൽ അങ്ങനെ പരിശോധനയ്ക്കായിട്ട് വെച്ചു. പിന്നെ തിരിച്ചു വന്നിരിക്കുന്നത് 12 വർഷങ്ങളും ഭദ്രമായിട്ട് പ്രിസർവേറ്റീവ്സ് വെച്ച് അടച്ചു വെച്ച, എയർ ടൈറ്റിട്ട് വെച്ച ഒരു അപ്പകഷ്ണം അല്ല. ഇത്രയും എക്സ്പോസ്ഡ് എല്ലായിടത്തും സഭാധ്യക്ഷന്മാരും ഒക്കെ അത് എടുത്ത് ആദരവോടെ കോൺസെൻട്രേറ്റ് ചെയ്ത അവസ്ഥയാണ്. എടുത്ത് തൊട്ടും അടുത്ത് കണ്ടും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എത്രയോ പ്രാവശ്യം അത് ഈ എക്സ്പോസറായിട്ടുണ്ട്. എന്നിട്ടും എന്തേ അപ്പം കുശത്ത് പോകാത്തത്, പൂത്തു പോകാത്തത്? ഒരാഴ്ച 2 ആഴ്ച അതിനപ്പുറം ഒരു ഓസ്തി ഒരു അരളിക്കയിൽ ഇരിക്കുകയല്ല, വെച്ച് കഴിഞ്ഞാൽ മാറിയേ പറ്റൂ. അപ്പോഴേക്കും അത് അതിൻ്റെ ക്വാളിറ്റി പോകും. കാരണം വെറും അപ്പമാണ്, ഗോതമ്പാണ്. അപ്പോൾ 12 വർഷം ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ദൈവികമായ ശക്തി പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അപ്പത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? വാക്കിലൂടെയാണ് വന്നത്. അച്ഛൻ ആ ഓസ്തി എടുത്ത് ഈശോ പറഞ്ഞ വാക്കുകൾ ഉരുവിട്ടപ്പം ആ വാക്കിലൂടെ വന്ന പവർ ആ അപ്പത്തിൽ മാറ്റം വരും. നമ്മളിപ്പോൾ കുർബാന ചെയ്യുന്നത് തന്നെയല്ലേ. അത് അന്ന് ആ അച്ഛൻ ചെയ്ത കുർബാനയിൽ മാത്രം സംഭവിച്ച കാര്യമല്ല ഇത്. തിരുമുഖം തെളിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ കുർബാനകളിലും ഈശോയുടെ കൽപ്പന അനുസരിച്ച് പൗരോഹിത്യ അഭിഷേകത്തിന് ഈശോ പറഞ്ഞ വാക്കുകൾ ഉരുവിടുമ്പം ആ അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു, വീഞ്ഞ രക്തമായിട്ട് മാറുന്നു എന്നുള്ളത് വലിയ വിശ്വാസമാണ്, പാരമ്പര്യമാണ് നമുക്ക്. അത് കലാകാലങ്ങളിൽ എല്ലാ ദേശങ്ങളിലും തന്നെ ദൈവികൻ അത്ഭുതങ്ങൾ വരുത്താൻ പറയുന്നത് ഉറപ്പ് തന്നിട്ടുമുണ്ട്. അപ്പോൾ വാക്കിലൂടെ പവർ പകർന്നിട്ട് വസ്തുവിൽ മാറ്റം വരുത്തുന്നു. ആ മാറ്റം വന്ന അവസ്ഥ കലാകാലം എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നു. ഈ 2 കാര്യം നല്ലപോലെ മനസ്സിലാക്കണം. അത് പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ സംഭവിക്കുന്നവർ തന്നെയാണ്. മറുവശത്ത് പൈശാചിക അരൂപികരുടെ ശക്തി എടുത്തുകൊണ്ട് അത് ആവഹിച്ച വ്യക്തികൾ, അതിൻ്റെ സേവക്കാരായ ആൾക്കാർ, ആ പൈശാചിക അരൂപികളുടെ പേരും പറഞ്ഞ് അവയുടെ പ്രത്യേകമായ മന്ത്രങ്ങൾ മന്ത്രിച്ചും ഓതിയും. ഈ ഓതുക എന്നുള്ളത് ഒരു കൾച്ചറിൻ്റെ വാക്കാണ്, മന്ത്രിക്കുക എന്നുള്ളത് വേറെ കൾച്ചറിൻ്റെ വാക്കാണ്, അരുളി ചെയ്യുക എന്നുള്ളത് നമ്മുടെ വാക്കാണ്, നമ്മുടെ കൾച്ചറാണ്. അരുളി ചെയ്യുക അതേ അർത്ഥമാണ് മന്ത്രിച്ചു മറ്റു മേഖലയിൽ, ഓതി അത് വേറെ മേഖലയിൽ. സംഭവം എല്ലാം ഒന്നിന്. വാക്കിലൂടെ പവർ പകരുന്നു. ഇതോട് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ആശീർവദിച്ചിട്ടേ കഴിക്കാവൂ. പ്രശ്നത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനും ഒക്കെയുള്ള ഒരു അധിക എക്സ്ട്രാ പരിപാടിയായിട്ട് കരുതരുത്. നമ്മൾ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. 1 യോഹന്നാൻ 5:19-20 വാക്യം നമുക്കറിയാം. ലോകം മുഴുവൻ ദുശക്തി വലയത്തിലാണ്. ആ ശക്തിയുടെ സ്വാധീനം നമ്മുടെ മേലുമുണ്ട്. അതിൽ നമ്മളെ മോചിപ്പിക്കുന്ന മാമോദിസയിലൂടെയാണ്.
മാമോദീസയിൽ കുരിശിൻ്റെ മുദ്ര നെറ്റിയിൽ, ചങ്കത്ത്, നെറ്റിയിൽ വീണ്ടും തൈലം പൂശി തൈലേപനവും ഒക്കെ ആയിട്ട് ആവർത്തിച്ച്, അതുപോലെ തന്നെ വിശുദ്ധ ജലം, സൈത്ത് കലർത്തിയ ജലം കോരി ഒഴിച്ച് 3 പ്രാവശ്യം ഒഴിച്ചല്ലേ മുകളത്തിൽ മുക്കി, അങ്ങനെ ഒരു മനുഷ്യ വ്യക്തിയെ പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നു, മോചിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ മോചിപ്പിച്ചെടുക്കുന്നു നമ്മളെ. നമുക്ക് പാർക്കാനുള്ള വീടുകളെയും നമ്മൾ താമസം ആരംഭിക്കുന്നതിന് മുമ്പ് വെഞ്ചരിക്കും. നമുക്കറിയാം, വെഞ്ചരിച്ചിട്ടേ താമസിക്കാവൂ എന്നുള്ള വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട്. വെഞ്ചരിക്കാത്ത വീട് താമസിക്കരുത്. താമസം ആരംഭിക്കുന്ന അച്ഛനെ വിളിച്ചാൽ വെഞ്ചരിക്കും. അപ്പോൾ സഭയിൽ നൽകിയ പൗരോഹിത്യ അധികാരത്തിൽ അഭിഷേകത്തിന് നമ്മൾ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ ആശീർവദിച്ച് വിശുദ്ധ ജലം തളിച്ച്, പ്രാർത്ഥനാ മുറി മാത്രമല്ല വീടിൻ്റെ സകല മുറികൾ, വരാന്ത, മുറ്റം, കിണർ, തൊഴുത്ത് മുഴുവൻ കൊണ്ടുവന്നിട്ട് വിശുദ്ധീകരിക്കും. അങ്ങനെ തളിച്ചെടുത്ത് വിശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വീട്ടിൽ നമ്മൾ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ഈ സാന്നിധ്യം മുഴുവനും മാമോദിസ സ്ഥൈര്യവനും വഴി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ താമസിക്കുന്ന വീടും സാഹചര്യങ്ങളും അങ്ങനെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നമ്മൾ ഈ കുരിശിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്നവരാണ്. കുരിശിൻ്റെ സംരക്ഷണം, അങ്ങനെ സംരക്ഷണമായിരിക്കും നമ്മൾ വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കുന്ന ഒരവസരമാണ് പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോൾ. പ്രധാനമന്ത്രി വരുന്ന ഒരു വേദി, മീറ്റിങ്ങിൻ്റെ സമ്മേളന ഹാള് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കും. അവർ വന്ന് മുഴുവൻ പരിശോധിക്കും. സകല കാര്യങ്ങളും, സ്റ്റേജ് അതിനടിയും മൂടി വെച്ചിരിക്കുന്നതും സകല ബോക്സും എല്ലാം അവർ ചെക്ക് ചെയ്ത് കറക്റ്റാക്കി കാവൽ നിൽക്കും. പിന്നെ എന്തകത്ത് കയറ്റി അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് കയറ്റുള്ളൂ. സമയമാകുമ്പം അവർ കടന്നു കയറുന്നവരെ എല്ലാവരെയും പരിശോധിച്ച് സ്ക്രീൻ ചെയ്തിട്ട് ആ ഹാളിൽ കയറ്റുള്ളൂ. അങ്ങനെ സുരക്ഷ ഒരുക്കും. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് വിചാരിക്കുക, സമയമാകുമ്പം ഈ പോലീസിൽ പറയാ ആർക്ക് വേണേൽ കയറി മീറ്റിംഗ് കൂടാം, ആർക്ക് വേണേൽ കയറി മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ബാഗ് സഞ്ചിയായിട്ട് വന്ന് കയറിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാ, അത് ഈ പ്രധാനമന്ത്രി തകർക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീൻ ചെയ്യാത്ത ഒന്നും ഈ ഹാളിലേക്ക് കയറ്റുകയല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിലേക്ക് സ്ക്രീൻ ചെയ്യാത്ത ഒന്നും കയറ്റരുത്. ഇന്ന് ഒരു വലിയ സഭാപിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. ജോൺ ക്രിസോസ്റ്റം, വലിയ സഭാപിതാവ്. ഗോൾഡൻ മൗത്ത് എന്ന് അദ്ദേഹത്തിന്, ക്രിസോസ്റ്റം എന്ന വാക്കിൻ്റെ അർത്ഥം ഗോൾഡൻ മൗത്ത്, സ്വർണ്ണമായിരുന്നല്ല അർത്ഥം. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷത്തിൻ്റെ സുവർണ ക്വാളിറ്റി വെച്ചുകൊണ്ട് വന്ന പേരും കൂടിയാണ്. വലിയ വചനപ്രഘോഷകനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ക്രൈസ്തവ മക്കളെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം, എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലും കുരിശ് വരച്ച് സംരക്ഷണം എടുത്തിട്ട് പോകാവുള്ളൂ. അങ്ങനെ പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചെരുപ്പിട്ടല്ലേ ഇറങ്ങുള്ളൂ, കുടയെടുക്കുകയല്ലേ, ആവശ്യത്തിന് വസ്ത്രം ധരിച്ച്, വീട്ടിലെ അകത്തെ വസ്ത്രം കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. കാലാവസ്ഥയുടെ രീതി വെച്ച്, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ മഞ്ഞുകാലമൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള തണുപ്പിനുള്ള പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച്, ചെരുപ്പും ധരിച്ച്, കുടയോ അങ്ങനെയുണ്ട്, അത് എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇതൊക്കെ എടുക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ മാമോസ്ത മുങ്ങിയപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടു, പിശാചാഭാഷത്തിൽ നിങ്ങൾ വീടും വിശുദ്ധീകരിച്ചാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾ എന്തേ ഒരു കുരിശിൻ്റെ സംരക്ഷണം എടുക്കാതെ പോകുന്നു? അതുവഴി നിങ്ങളുടെ ഉപദ്രവം വരുന്നു. ക്രിസ്തുമത പറയുന്നത്, നിങ്ങൾ കുരിശ് വരെ സംരക്ഷണം എടുത്തിട്ട് മാത്രമേ പുറത്തേക്ക് പോകാവുള്ളൂ. പുറത്തേക്ക് പോകുമ്പോൾ സംരക്ഷണം വേണമെന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ കയറ്റുന്ന ഭക്ഷണത്തിനും ഈ കുരിശിൻ്റെ മുദ്ര പതിക്കണം. പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. സിമ്പിളായിട്ട് വലിയ കുരിശ് വരച്ചിപ്പം സ്ഥലത്തോ അങ്ങനെയൊക്കെ നിൽക്കുന്നില്ലേ, മനസ്സുകൊണ്ടെങ്കിലും ഈശോയെ അങ്ങയുടെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഭക്ഷണത്തെ ആശീർവദിക്കണമേ. അങ്ങനെ മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞ്, പറ്റുന്നുണ്ട് ആരും കാണാൻ കൈകൊണ്ട് കുരിശ് വരച്ചേക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ള ശീലമാക്കണം. അതല്ല എങ്കിൽ അത് മിനിമം. അതല്ല എങ്കിൽ ഭക്ഷണ സാധനങ്ങളിലൂടെ തിന്മയകത്ത് കയറി വരാം. പിന്നെ പറഞ്ഞു വന്നത്, ഭക്ഷണം നമ്മൾ അപ്പം എടുത്ത് അൾത്താരിൽ അച്ഛൻ ഇങ്ങനെ കുദാശവചനങ്ങൾ ഒരുവിടം അരുളി ചെയ്യുമ്പം അപ്പം മാറുന്നു, ഈ ശരീരമായി തീരുന്നു. നമുക്ക് ആർക്കും നിഷേധിക്കത്തില്ല. അതുപോലെ പൈശാചിക സേവയുള്ള വ്യക്തികൾ ഭക്ഷണപദാർത്ഥത്തിൽ പൈശാചിക മന്ത്രങ്ങൾ, ഓതലുകൾ നടത്തിയിട്ട് അത് ഭക്ഷിക്കാൻ കൊടുക്കുമ്പം
അവർ ഓതിയ മന്ത്രിച്ച ശബ്ദത്തിലൂടെ അതിൻ്റെ പുറകിലുള്ള അരൂപികളുടെ സ്വാധീനം ഈ ഭക്ഷണത്തിൻ്റെ മേൽ പതിയുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണം ഒരു വ്യക്തി കഴിക്കുമ്പോൾ അത് ഉപദ്രവം ചെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ ധ്യാനത്തിൽപ്പെടെ നമ്മൾ വിശദമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഇപ്പം ഹലാൽ പോലും ഒരു ഓതലാണ്. ആ ഓതലിലൂടെ അവർ സേവിക്കുന്ന അരൂപികളുടെ സ്വാധീനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുമ്പം അതിൻ്റെ സ്വാധീനം വരുമോ ഇല്ലയോ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തത എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ആ ഓതലിലൂടെ അല്ലെങ്കിൽ മറ്റു മേഖല മന്ത്രത്തിലൂടെ ഈ ഭക്ഷണപദാർത്ഥത്തിൽ പതിഞ്ഞതായ തിന്മയുടെ പവർ, അതിനെ പ്രതിരോധിക്കാൻ മാത്രം പരിശുദ്ധാത്മ പവർ ഇല്ലാത്ത ആളാണ് നീ എങ്കിൽ ആ ഭക്ഷണം കഴിക്കുമ്പം നിനക്ക് അതിൻ്റെതായ ഉപദ്രവം ഉണ്ടാവാം. എന്നാൽ ആ പവറിനെ, തിന്മയുടെ പവറിനെ പ്രതിരോധിക്കാൻ അപ്പുറമുള്ള പവർ നിൻ്റെ ആത്മജീവിതത്തിലുണ്ട്. നീ തിന്മ പാപത്തേക്ക് ഒഴിവാക്കി ജീവിതത്തെ ആത്മീയ ആരോഗ്യത്തെ സൂക്ഷിച്ച് പ്രാർത്ഥനയുടെ ചിട്ടയെടുത്ത് കുദാശ ജീവിതവും വചനവും പ്രാർത്ഥനയൊക്കെ കരുത്തോടെ നീങ്ങുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ അങ്ങനത്തെ ഭക്ഷണം നീ കഴിക്കുമ്പം അത് നിന്നെ ഞെരുക്കുകയല്ല. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഈ ജലദോഷമോ ന്യൂമോണിയ ടൈഫോയിഡൊക്കെ ഉള്ളിടത്ത് മഞ്ഞപ്പിത്തം ചെന്നാലും അണുബാധ ഏറ്റാലും മഞ്ഞപ്പിത്തം പിടിക്കണമെന്നില്ല. അല്പം ക്ഷീണം തോന്നാം, അല്പം ഒരു തലവേദന, ഒരു മന്നിപ്പ്, തളർച്ച തോന്നും. ഇച്ചിരി വിശ്രമിച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അതിന് കാരണം നമുക്കറിയാം, രോഗാണുക്കൾ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഭക്ഷണം വഴിയോ സമ്പർക്കം വഴിയോ വായു വഴിയോ ഒക്കെ കയറുമ്പം അത് രക്തത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രക്തത്തിലുള്ള നല്ല അണുക്കൾ ഈ രോഗ അണുക്കളുമായിട്ട് പൊരുതുന്നു, സിമ്പിളായിട്ട് പറഞ്ഞാൽ. എന്നിട്ട് അവയെ കീഴ്പ്പെടുത്തി കളയും. അപ്പോൾ ഒരുപാട് രോഗാണുക്കൾ കയറിയാൽ നമ്മൾ നല്ല ഹെൽത്തി ആണെങ്കിൽ നല്ല അണുക്കൾ നമുക്ക് നല്ലപോലെ ഉണ്ട് രക്തത്തിൽ, അവ പൊരുതി ഇതിനെ തീർത്ത് കളയും. ആ പോരാട്ടത്തിൽ നമ്മുടെ രക്തത്തിലെ നല്ല അണുക്കൾക്കും കുറച്ച് ക്ഷീണം വരും, കുറച്ച് ക്ഷതവേക്കുറ നാശം വരും. ആ പോരാട്ടത്തിന് ക്ഷീണമാണ് നമുക്ക് ചിലപ്പം അല്പം ഒരു ക്ഷീണം, തലവേദന, ഒരു മന്നിപ്പൊക്കെ തോന്നും ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ പോലും. പക്ഷെ ഒന്ന് ചിലപ്പോൾ ഇച്ചിരി തുമ്മി, ഇച്ചിരി മൂക്കുരിപ്പ് തോന്നി, പക്ഷേ ഒന്ന് വിശ്രമിച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോയി. എന്നാൽ ആരോഗ്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ രോഗാണുക്കൾ ഇത്രയും കയറിയാൽ മതി, അത് രക്തത്തിലേക്ക് പകർന്നു കഴിയുമ്പം രക്തത്തിൽ നല്ല അണുക്കൾ അത്ര ഇല്ല, നല്ല അണുക്കൾ സാധനത്തിന് തീരെയില്ല. അപ്പോൾ രോഗാണുക്കൾ വന്നു കഴിയുമ്പം ഈ വ്യക്തിയുടെ ശരീരത്തെ കീഴ്പ്പെടുത്തും. ഇതന്നെയാണ് ആത്മീയ മേഖല സംഭവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മ സാന്നിധ്യ ശക്തി ഈ രക്തത്തിലെ നല്ല അണുക്കൾ എന്ന് പറഞ്ഞ പോലെയാണ്. ആ സാന്നിധ്യ ശക്തിയും നമ്മൾ കുദാശ ജീവിതവും പ്രാർത്ഥനയും വഴിയായിട്ട് എടുത്ത് ആ നിറവിൽ പോകുന്ന ഒരാളാണ് നീ എങ്കിൽ ഈ പറഞ്ഞ ഓതലും കലാലും ഒക്കെ വഴി, അല്ലെങ്കിൽ ആഭിചാരം, ദുഷ്കർമ്മം, കൈവേഷം, അങ്ങനെയൊക്കെ കടന്നു വരുന്നതായ തിന്മയുടെ ആക്രമണം വരുമ്പോൾ നമ്മിലുള്ള പവറിന് മുമ്പിൽ അത് തീരും, അത് ഒതുങ്ങും. അല്പം നമുക്ക് ഞെരുക്കം അനുഭവപ്പെടാം, ആത്മീയമായിട്ട് ഞെരുക്കം അനുഭവപ്പെടും. അല്പം അസ്വസ്ഥ തോന്നും, ഭാരം വരും, ഇറിറ്റേറ്റഡായി തോന്നിപ്പോകും, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം എന്തോ പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ പ്രാർത്ഥന കൂട്ടുക, അവിടെ അങ്ങ് തീർന്നു കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവോ ഇല്ലയോ ചോദിക്കുന്നിടത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ധ്യാനത്തെ ആവർത്തിച്ച് പറയുന്നതാണ്. ഇത് നമ്മൾ ഈ ഏകദിന ധ്യാനം കൂടാത്തവരൊക്കെ ആദ്യമായിട്ട് വരുന്ന കുറേ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെ തന്നെ ഇതിൻ്റെ പ്രാഥമിക കാര്യം നമ്മൾ പങ്കുവെക്കുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അച്ഛാ പിശാചു സാത്താനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ശക്തിയേക്കാളുണ്ടോ പിശാചിൻ്റെ ശക്തി? ഒന്നുമില്ലല്ലോ. അവിടെ പിന്നെ എന്തിനാ ഇതേക്കുറിച്ച് പേടിക്കുന്നത്, എന്തിനാ ചിന്തിക്കുന്നത് എന്ന് ഒരു ഒറ്റ പ്രസ്താവനയിൽ ഈ മേഖല ചിന്തിക്കാൻ താല്പര്യമില്ലാതെ നീങ്ങുന്ന അനേക വ്യക്തികളുണ്ട്. സാത്താൻ്റെയും പിശാചുക്കളുടെയും ക്ഷുദ്രത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും കാര്യമൊന്നും കേൾക്കുക വേണ്ട. കാരണം നമ്മൾ മാമോസ മുങ്ങിയവർ, ദൈവത്തിന് വിശ്വസിക്കുന്നവർ, കുർബാന സ്വീകരിക്കുന്ന ദൈവം കൂടെയുള്ളവർ, അങ്ങനെ നമ്മൾ എന്തിനാ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് സമയം കളയുന്നു, ചുമ്മാ ആവശ്യത്തിൽ പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കും. ഞാൻ എഴുതിയ 50 പുസ്തകങ്ങൾ, ഒരു പുസ്തകത്തിൻ്റെ പേരങ്ങനെയുണ്ട്, ദൈവം പിശാചുക്കളെ സാത്താനെ ഒരിക്കലും നേരിട്ട് കീഴ്പ്പെടുത്തുന്നില്ല. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥന വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ മുമ്പിലാണ് ആ വ്യക്തിക്കെതിരെയുള്ള തിന്മയുടെ ശക്തികൾ തോക്കേണ്ടത്. ശക്തി ധരിക്കുന്നവരെ നഗരം വിട്ട് പോകരുതെന്ന് ഈശോ ലൂക്ക 24:49 വാക്യത്തിന്
അപ്പോസ്തലന്മാർ പറയുന്നത് വായിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ശക്തി ധരിക്കുന്നവരെ നഗരം വിട്ട് പോകരുത്. അത് പരിശുദ്ധാത്മാവാ ശക്തി, അത് പ്രാർത്ഥന വഴിയേ നിറയുള്ളൂ. അപ്പോസ്തലന്മാർ ഈ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് 9 ദിവസം സദാസമയവും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ ആ 10-ാം ദിവസമാണ് ശക്തി അവർ നിറയുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കും, ഈശോ നേരിട്ട് ധ്യാനിപ്പിച്ച ഒരു ബാച്ചാണ് ഈ 12 അപ്പോസ്തലന്മാർ. 3 വർഷത്തെ ധ്യാനമാണ്, റെസിഡൻഷ്യൽ പ്രോഗ്രാം. ധ്യാനഗുരുവും ധ്യാനിക്കുന്നവരും 24 മണിക്കൂർ ഒരുമിച്ചാണ്. പല സ്ഥലത്ത് പോകുന്നുണ്ട്, ശുശ്രൂഷ എല്ലാം കൊണ്ട് പ്രാക്ടിക്കലാണ്. ഈശോ തന്നെ നേരിട്ട് ധ്യാനിപ്പിച്ച 12 പേര്, അതിനകത്ത് ഒരുത്തൻ ഇറങ്ങിപ്പോയി എന്നുള്ള വേറെ വശം. ഇത്രയും 3 വർഷം ധ്യാനം കഴിഞ്ഞിട്ടും ഇവർ ഈ പരിശുദ്ധ ശക്തി നിറയാൻ 9 ദിവസം സദാസമയം പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ടി വന്നു. അപ്പം പരിശുദ്ധാത്മാവ് നിറയുക എന്ന് പറയുന്നത് ഈശോ കൂടെ ഉണ്ടായിരുന്നവന് മാത്രം അവർക്ക് നടന്നില്ല. ഈ ഉത്ഥിതനായ ഈശോ വരുമ്പോൾ യോഹന്നാൻ 19 കാണാം, 22, 23 വാക്കുകൾ. ഈശോ അവിടെ നിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ പറയുന്നുണ്ട്, എങ്കിലും അവർ നിറഞ്ഞില്ല. കാരണം നമ്മൾ എടുത്തെങ്കിലേ ഇത് നമ്മൾ നിറയുള്ളൂ. നമ്മൾ എടുക്കണം. ഭക്ഷണം കഴിക്കുക. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതെന്ന് പറയും, മേശപ്പുറത്ത് കൊണ്ട് എത്ര ഭക്ഷണം വെച്ചാലും ഞാൻ എടുത്ത് കഴിക്കാതെ എൻ്റെ വയറ് നിറയല. മറ്റേ കൊണ്ട് വെച്ചിരിക്കുക, ഭക്ഷണം കഴിക്കുക വെച്ചിരിക്കുകയാണ്. ഈശോ നിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് ഈശോ പറയുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ചുറ്റുമുണ്ട്, അവിടെ മേൽ തരികയാണ്. പക്ഷെ അവരത് എടുക്കണം. അത് പ്രാർത്ഥിച്ച വഴിയെ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്ക് മരുന്ന് കുത്തിവെച്ച് കയറ്റാം, ഭക്ഷണം ട്യൂബിറ്റ് കൊടുക്കാം, ഒരു വ്യക്തി അറിഞ്ഞില്ലേ പോലും, ബോധം പോലെ കിടന്നാൽ പോലും. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി അറിയാതെ എടുക്കാനായിട്ട് പറ്റത്തില്ല, നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ശക്തി നമ്മിലേക്ക് നിറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് വചനം കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ വചന ശ്രവണം വഴിയായിട്ടും കുർബാന ആരാധന ഈ അവസരത്തിലൂടെ എന്തുമാത്രം പരിശുദ്ധാത്മ ശക്തി നമ്മിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്കെതിരെയുള്ള തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് വലിയൊരു തത്വമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ഓതലോ മന്ത്രോ അങ്ങനെയൊക്കെയുള്ള രീതിയിലൂടെ വസ്തുക്കളിലേക്ക് തിന്മയുടെ പവർ പതിക്കുന്നതാണ് ഈ ക്ഷുദ്രപ്രയോ കൂടോത്ര മേഖല പുറകെ കിടക്കുന്നത്. ഭക്ഷണ പദാർത്ഥത്തിലേക്ക് തിന്മയുടെ പവർ പതിക്കുന്നതാണ് കൈവേഷത്തിനകത്ത് കിടക്കുന്നത്, അതിനകത്ത് വരുന്നത്. എത്രയോ സംഭവം ഞാനിവിടെ ധ്യാനത്തിന് പലപ്പോഴും പറയാറുണ്ട്. റൂപ്പസ് പെരേര അച്ഛൻ, പണ്ട് ബോംബെയിലുണ്ടായിരുന്നു റൂപ്പസ് പെരേര അച്ഛൻ. നിങ്ങൾ പഴയ ആൾക്കാരൊക്കെ അറിയും. കരിസ്മാറ്റിക്കിൻ്റെ ആദ്യ നാടുകൾ ഇൻ്റർനാഷണലായിട്ട് ഡെലിവറൻസ് മിനിസ്ട്രിയിൽ ഏർപ്പെടുന്ന അച്ഛനാണ്. അച്ഛൻ്റെ ഒരു സെമിനാർ ധ്യാനം എറണാകുളത്തുണ്ടായിരുന്നു 10 വർഷം മുമ്പാണ്. റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അച്ഛൻ പങ്കുവെച്ച ഒരു കൈവശ അനുഭവം കുറച്ചേർക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി വർഷങ്ങളായിട്ട് വയറുവേദനയായിട്ട് വിഷമിക്കുകയാണ്. മരുന്നൊന്നും ഫലിക്കുന്നില്ലാത്ത അവസ്ഥയിൽ അച്ഛന് പ്രാർത്ഥിക്കുമ്പോൾ ഓക്കാനിച്ചു, ഛർദ്ദിച്ചു. ബക്കറ്റ് വെച്ചിട്ടുണ്ട് വെള്ളവുമായിട്ട്, അതിനകത്തോട്ട് ഛർദ്ദിച്ചു. അതച്ഛൻ ശ്രദ്ധിച്ചിട്ട് അച്ഛന് സഹോദരി ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്നാണ് പന്നിമാംസം കഴിച്ചത്? അപ്പോൾ സഹോദരി പറഞ്ഞു, ഞാൻ വെജിറ്റേറിയനാണ്, വർഷങ്ങളായിട്ട് വെജിറ്റേറിയനാണ്, അടുത്തങ്ങും നോൺ വെജ് കഴിച്ചിട്ടേ ഇല്ല. അപ്പം അച്ഛൻ ബക്കറ്റ് നീക്കി വെച്ച് കാണിച്ചു കൊടുത്ത്, നോക്കിക്കുക നിങ്ങൾ ഛർദ്ദിച്ചതിനകത്ത് കിടക്കുന്ന കണ്ടോ? ആ സ്ത്രീ നോക്കുമ്പോൾ കാണുന്ന അച്ഛൻ പറയാണ്, പന്നി മാംസം, തൊലിയുള്ള ഒരു കഷണം പന്നി മാംസം, അതിൽ ഇങ്ങനെ രോമം വളർന്ന് ചുരുണ്ടിരിക്കുന്നു. റൂപ്പസ് പെരേര അച്ഛൻ പറഞ്ഞതാണ്. രോമം ചുരുണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പന്നി ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ മുറിച്ച് വെച്ച മാംസകഷ്ണത്തിൽ പോലും രോമം വളരും, അല്ലേ? രോമം വളരുന്ന അവസ്ഥയാണ്. അത് വർഷങ്ങളായിട്ട് വളർന്നിരിക്കുകയാണ്. അച്ഛൻ എത്ര നാളെ കഴിച്ചിട്ട്. അത് കണ്ടപ്പോൾ സ്ത്രീക്ക് പിന്നെ ഒന്നും പറയുന്നത്, സ്ത്രീ ആലോചിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ ഒരു 10 വർഷമായി കാണും അവസാനം ഞാൻ കഴിച്ചത്. ഇവിടെ വെച്ച് അങ്ങ് ചോദിക്കാം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പോൾ സ്ത്രീ പറയാണ്, അച്ഛൻ പറയാണ്, 10 വർഷമായച്ചാൽ എനിക്ക് വയറുവേദന, എൻ്റെ ഈ രോഗാവസ്ഥ 10 വർഷമായി. ആഹാ, അപ്പോൾ ഒരു കണക്ഷൻ പെട്ടെന്ന് കിട്ടുകയാണ്. അച്ഛൻ പറയാണ്, ആ ഒരു ഛർദ്ദിക്കൽ പ്രാർത്ഥന വഴി സംഭവിച്ചപ്പം അതുവഴി ആ സഹോദരിയുടെ വയറ്റുവേദനയും പോയി. ഇവിടെ കണ്ട 11 വർഷമായിട്ട് ഞെരുങ്ങിയിരുന്ന ഈ സഹോദരി
ഛർദ്ദിച്ച് പോയി കഴിഞ്ഞപ്പോൾ അത് മാറി. ഇങ്ങനത്തെ വശമുണ്ടെന്നും മനസ്സിലാക്കിയ സ്നേഹമുള്ളവരെ, ഇത് കെട്ടുകഥകൾ പറയുന്നതല്ല, അവിശ്വസിച്ച് പുച്ഛം പറയാനായിട്ടല്ല. ഞാനിപ്പോൾ റൂപസ്ഥത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, അതൊക്കെ വളരെ ഇൻ്റർനാഷണലി വെൽ നോൺ ആയിട്ട് ശുശ്രൂഷ വ്യാപരിച്ചത് വെച്ചാൽ മരിച്ചുപോയി ബോംബെക്കാരൻ. ഈ മേഖലയിൽ ബോധ്യമുള്ളവർക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ബോധ്യമില്ലാത്തവർക്ക് തിരിയാതെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തേക്കുള്ള കെട്ടുകൾ അഴിയാതെ കഷ്ടപ്പെട്ട് തീരാവ്യാധികളും മാറാ രോഗങ്ങളും തടസ്സപ്പെട്ട ജോലി, പിന്നെ ഭൗതിക മേഖലകൾ ഇങ്ങനെ നടക്കുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ നമുക്ക് കയറി ഒന്ന് കെട്ടഴിക്കണം. അത് ആവശ്യത്തിന് പ്രാർത്ഥനയുടെ ഈ കുടുംബത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, ഈ പെങ്കുച്ചൻ്റെ പറഞ്ഞത്, ആ വീട്ടിൽ എല്ലാവരും വന്ന് ധ്യാനിച്ചു. 2 പ്രാവശ്യം 3 പ്രാവശ്യം, അടുത്ത വീണ്ടും വരാതിരിക്കുക 2ാം പ്രാവശ്യം. മൊത്തം വന്ന് തുടർച്ചയായിട്ട് മാറി വന്ന് ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥനയുടെ അവസരം എടുക്കുകയാണ്, സ്തുതിക്കാൻ, ഈ ബഹിഷ്കരണ പ്രാർത്ഥന സ്വീകരിക്കാൻ. നമ്മുടെ ധ്യാനത്തിന് ആരംഭ ദിവസം മുതൽ അവസാന ദിവസം വരെയും ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കും, കൈവച്ച് ആരംഭത്തെ അവസാനം പ്രാർത്ഥിക്കും, അവസാനം ഓഫീഷ്യലായിട്ടും പ്രാർത്ഥിക്കും. അതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. ചിലപ്പോൾ അങ്ങനത്തെ പല പ്രാർത്ഥന വേണ്ടി വരും. നമുക്ക് ഈ തിന്മയുടെ വസ്തു എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല, വരളെ പോകണം, ചിലപ്പോൾ അല്ലാതെ തന്നെ കെട്ടുകെട്ട് പോകാം. അപ്പം ഇങ്ങനെ വശമാണെന്ന് നമ്മൾ അറിയണം. ഞാനിത് പറയുന്നത്, ഇപ്പോൾ കുരിശിൻ്റെ തടി 300 വർഷം കഴിഞ്ഞിട്ട് അതിലൊരു പവർ നിൽക്കുന്നു എന്ന് നൂറ്റാണ്ടുകളായിട്ട് ലോകം മുഴുവനിലുള്ള ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് പുറകിലുള്ള സംഭവം. പക്ഷേ ഈ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു വ്യക്തത എടുക്കാൻ തയ്യാറാണ്? അങ്ങനെ അന്ന് ആ തടിയിൽ ഇങ്ങനെ പവർ 300 വർഷമായിട്ട് കെട്ടുപോകാതെ നിന്നു എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് നമ്മൾ ഇടപെടുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും പവർ പതിഞ്ഞ് കിടക്കുന്നുണ്ടാവുമോ? ആ പവർ പരിശുദ്ധാത്മാവിൻ്റെതാണോ അതോ പൈശാചിക ലോകത്തിൻ്റെതാണോ? സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ സഹോദരൻ രാവിലെ പങ്കുവെച്ച് പറഞ്ഞു, അവിടെ ഒരു പറമ്പിനെക്കുറിച്ച് പറഞ്ഞു. ആ പറമ്പിൽ എന്ന് പോയാലും അന്ന് വല്ലാത്ത അസ്വസ്ഥയും വീടുവഴക്കും കൂടുതലാണ്. അവൾ പറഞ്ഞ ആ പറമ്പിൽ 2-3 ദുർമരണങ്ങൾ സംഭവിച്ചവർ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ സഹോദരി അത്ര മതി, എനിക്കിപ്പോൾ സമയമില്ല, അതേപറ്റി കേൾക്കാം, പിന്നെ വേണേൽ കേൾക്കാം. ആ കൊച്ചു ബോധ്യത്തിൽ പറയുകയാണ്. അപ്പം അവിടെ ജെറിക്കോ പ്രാർത്ഥന എടുക്കണം. അങ്ങനെ ആ പറമ്പിൽ പതിഞ്ഞ തിന്മയെ ദൂരീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയോടെ പതിപ്പിക്കണം. അങ്ങനെ വിശുദ്ധീകരിച്ചെടുക്കണം. അതാണ് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 19, 20, 21 വാക്യങ്ങൾ. സൃഷ്ടപ്രപഞ്ച ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ട് കിടക്കുകയാണ്. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയവൻ്റെ മനുഷ്യൻ്റെ അഭീഷ്ടപ്രകാരം മനുഷ്യൻ വസ്തുവിൽ ആദ്യം മാതാപിതാക്കൾ ആദം പാപം ചെയ്തപ്പം തമ്പുരാൻ പറഞ്ഞു, ഉൽപ്പത്തി 3:17, നീ മൂലം പാപം ചെയ്തുകൊണ്ട് ഈ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറിയിരിക്കുന്നു. അങ്ങനെ ശാപമേറ്റ മണ്ണിൽ പിന്നെയുള്ള മനുഷ്യർ വീണ്ടും പാപം ചെയ്തപ്പം തിന്മ പതിഞ്ഞ് വല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. യെശയ്യാ 24 5, 6, 7 വാക്യങ്ങളിൽ കാണാം. ഭൂമി അത് നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അശുദ്ധമായി, അതുകൊണ്ട് നിവാസികൾ ദഹിച്ചു തീരുന്നു. ചുരുക്കം വരുമ്പോൾ അത് ശേഷിക്കുന്നുള്ളൂ. നിവാസികൾ നിമിത്തം ഒരു ഭൂമി അശുദ്ധമാകാം, വിശുദ്ധമാകാം. നല്ല പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലം വിശുദ്ധീകരിക്കപ്പെടും. അൽഫോൻസാമ്മ താമസിച്ച മുറി വിശുദ്ധീകരിക്കപ്പെട്ടു. കബറടഞ്ഞ കല്ലറ വിശുദ്ധമായി. അൽഫോൻസാമ്മയുടെ ശരീരമായിട്ട് ദൈവം കൊടുത്ത മാംസവും രക്തവും അസ്ഥിയും, അതായത് മണ്ണായിട്ട് കിടക്കുമ്പോൾ അല്ലെ അസ്ഥിയായിട്ട് കിടക്കുമ്പം അതിനൊരു പവറുണ്ട്. അത് തിരുശേഷിപ്പ്, അതൊരു പവറുണ്ട്. പിന്നെ മറുവശം യൂദാസിൻ്റെ അസ്ഥി ചെതറിക്കിടന്നു തൂങ്ങിച്ചത മരത്തിൻ്റെ ചുവട്ടിൽ. ആ അസ്ഥിയിലും പവറുണ്ട്. അത് സാത്താനിക പവറാണ്. അപ്പം ഇങ്ങനെയൊരു മേഖല നമുക്ക് ചുറ്റുമുണ്ട്. ആ ഒരു മേഖലയെ നമ്മൾ കരുതലെടുക്കണം. നമ്മുടെ വീടും ഉപയോഗിക്കുന്ന പറമ്പ് മേഖലകളൊക്കെ ദൈവമക്കളായിട്ട് നമ്മൾ മാറി, ദൈവസാന്നിധ്യമുള്ളവരായിട്ട് മാറിയിട്ട് നമ്മൾ അവിടെ കയറി ഇറങ്ങി നടന്നും പ്രാർത്ഥിച്ചും അവിടെയുള്ള തിന്മയൊക്കെ കെടുത്തണം, തീർത്തെടുക്കണം. അതിനുവേണ്ടി സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നാണ് റോമ 8:19, 20 വാക്യങ്ങൾ പറയുന്നത്. ധ്യാനം കൂടിയവർക്ക് ഈ വചനമൊക്കെ നട്ടറിയാം. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ഭൗതിക മേഖല വിശദീകരിക്കാനായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അത് ഈ കുരിശിൽ പതിഞ്ഞ പവറിനെ കുറിച്ച് ചിന്ത വെച്ച് നമുക്ക് എടുക്കേണ്ട ഒരു പ്രായോഗിക വശം. ഒപ്പം ക്രൂശിതനെ നമ്മൾ ക്രൂശിതനായ ഈശോയെ നമ്മൾ അറിഞ്ഞ് ആശ്രയിക്കണം, അല്ല ഈശോയുടെ ശക്തി നമ്മൾ അറിഞ്ഞ് സ്വീകരിക്കണം. ഈ കുരിശിൻ്റെ തടിയിൽ പവർ എങ്ങനെ പതിഞ്ഞു? ആ തടിയിൽ കുരിശിൽ തൂക്കി മരിച്ച ഈശോ വഴിയാണ്, ഈശോയുടെ മരണം വഴി, സാന്നിധ്യം വഴിയാണ്. നമ്മളത് വായിച്ചത് സുവിശേഷ ഭാഗം യോഹന്നാൻ 19 തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. എന്തിനാ നോക്കി നിൽക്കുന്നത്? ആ ഈശോ നേടിയ രക്ഷ നമ്മിലേക്ക് സ്വന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തടിയിലേക്ക് പതിഞ്ഞതായ ബലിയുടെ പവറ് തടിയിലേക്ക് പതിഞ്ഞു, നമ്മിലേക്കും പതിയണം. എങ്ങനെ? നമ്മൾ ക്രൂശിതനായ ഈശോയുള്ള ആഴപ്പെട്ട ബന്ധമെടുക്കണം. ക്രൂശിതനായ ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ ബന്ധം പൗലോസ് അപ്പോസ്തലനും 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ പങ്കുവെക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്തോസ് 1:23. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലും നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനായ ഈശോയെ അറിയണം, നമ്മൾ അറിയണം. അറിയണമെങ്കിൽ ഇടപെടണം, സമ്പർക്കപ്പെടണം, അറിയണം. നമ്മൾ ക്രൂശിതനായ ഈശോയെ നോക്കിയിരിക്കണം. ക്രൂശിത രൂപം നമ്മളെല്ലാവരും ഉപയോഗിക്കണം. ക്രൂശിത രൂപം ഉപയോഗിക്കണം. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞ് കാണാൻ പറ്റും. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യം. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശൻ്റെ വഴി നടത്തുമ്പോൾ മറ്റനേകം പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനേക്കാളും എനിക്ക് സന്തോഷകരമാണ്, നിങ്ങൾക്ക് അനുഗ്രഹകരമാണ് എന്ന് വിശുദ്ധ പൗലോസിനോട് ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഉത്ഥിതനായ ഈശോ പ്രതിഷ്ഠപ്പെടുന്ന രംഗം മരിയ വഴുതോർത്ത എന്നുള്ള മിസ്റ്റിക്കിന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദർശനങ്ങൾ, ദൈവമനുഷ്യനെ സ്നേഹിത എന്നൊരു പുസ്തകത്തിൽ പങ്കുവെച്ചത് നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, വായിച്ചിട്ടുണ്ടാവും. അതേക്കുറിച്ച് അടുത്ത കാലത്ത് സഭ പറയുകയുണ്ടായി, ഇത് ബൈബിള് പോലെയുള്ളൊരു ഒഫീഷ്യൽ റെവലേഷൻ ബുക്കാണെന്ന് സഭ ഒപ്പുവെച്ച് തരുന്നില്ല. അങ്ങനത്തെ ഒരു റെവലേഷൻ ബുക്കല്ല. ഇത് വെച്ച് ഉപയോഗിക്കരുതെന്നല്ല, ഉപയോഗിക്കാം. നമ്മൾ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയോ അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളോ ഒക്കെ ഒരു ദൈവിക വെളിപാടായിട്ട് സഭ ഒപ്പുവെച്ച് തന്നിട്ടില്ല. അത് ബൈബിൾ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ അത് സമീപിക്കേണ്ട. പക്ഷെ ആത്മീയമായിട്ട് കരുത്ത്, ഉൾക്കാഴ്ചകൾ, വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സഹോദരിക്ക് കിട്ടിയ വെളിപാടിൽ ദർശനങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അവിടെ ആ രീതി ആ പുസ്തകങ്ങൾ ഉപയോഗിക്കണം. അതിനകത്ത് ഈശോ, ഉത്ഥിതനായ ഈശോ അപ്പസ്തലന്മാർക്ക് പ്രതിഷ്ഠപ്പെടുമ്പോൾ അപ്പസ്തലന്മാർ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നിൻ്റെ ഈ കുരിശുമരണം ഞങ്ങൾ തകർത്തി കളഞ്ഞു. ഇപ്പം നീ ഉത്ഥിതനായിട്ട് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി, ഭയങ്കര ആശ്വാസം. പക്ഷേ ഈ നിൻ്റെ കയ്യേല് കാലേലും ഈ മുറിവ് ഇങ്ങനെ തുറന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമം വരുന്നു. നീ ബാക്കി മുറിവുകൾ എല്ലാം മുഖത്ത്, നെറ്റിയിലും മുള്ളുപൊടിയിൽ അതെല്ലാം മായ്ച്ച് കളഞ്ഞല്ലോ, മാഞ്ഞു പോയല്ലോ. ഉത്ഥിതനായിട്ട് നീ ഇപ്പോൾ വരുമ്പോൾ അത് കാണാനില്ലല്ലോ. ഈ കയ്യിൽ ഉള്ള ഈ മുറിവും കൂടെ മായ്ച്ച് കളയാൻ പാടില്ലേ? അപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമുണ്ട് നിന്നെ നോക്കുമ്പോൾ. അങ്ങനെ ഇവർ പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈശോ മറുപടി കൊടുക്കും, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നതാണ്. അതും കൂടെ മായ്ച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് രക്ഷ ഞാൻ നേടിയെടുത്തത് എന്ന് ലോകം പെട്ടെന്ന് മറന്നു പോകും. ഇതേതാനും മാജിക്കൽ പരിപാടി, സൂത്ര പരിപാടി ചിന്തിക്കും. അങ്ങനെയല്ല. കുരിശിലെ എൻ്റെ ബലിയെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഉത്ഥിതനാഴ്ച പ്രതിഷ്ഠപ്പെടുമ്പോഴെല്ലാം മുറിവുകളുമായിട്ടാണ് പ്രതിഷ്ഠപ്പെടുന്നത്. 5 തിരുമുറിവുകൾ. തോമാശ്ലീഹ ആ മുറിവിലാണല്ലോ വിരൽ തൊടുന്നതും
പാർശ്വത്തിൽ കൈവച്ചത് മുറിവിലാണ്. ഇത് മാത്രമല്ല, ഇന്നും അനേകർക്ക് ഈശോ പഞ്ചക്ഷതങ്ങളുടെ സ്റ്റിഗ്മാറ്റ, പഞ്ചക്ഷതങ്ങളുടെ അനുഭവം കൊടുക്കുന്ന നമുക്കറിയാം. പദ്രബിയൊക്കെ 50 വർഷക്കാലം, പദ്രബിയ 50 വർഷക്കാലം ഈ മുറിവുകളുമായിട്ട് ജീവിച്ച ആളാണ്. 5 മുറിവുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്, ചിലപ്പോൾ ചെല്ലു പറയും, അച്ഛാ എനിക്കും ഇങ്ങനെ സ്റ്റിഗ്മാത്ത കിട്ടിയ സന്തോഷമായിരുന്നു, അവരയച്ച് തന്നാൽ കൊള്ളായിരുന്നു. ഇല്ല, ചിലക്കൊരു ആഗ്രഹമാണ്, എനിക്കും അങ്ങനെ ഈ പഞ്ചക്ഷതങ്ങൾ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കയ്യിൽ ഒരു മുറിവുണ്ടായിട്ടത് ഉണങ്ങാതെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന അനുഭവം എന്നാന്ന് ഓർത്ത് നോക്ക്. ഒരു മുറിവ് കയ്യാലുണ്ടായി, അതും വെച്ചുകൊണ്ടൊന്ന് കുളിക്കാൻ പറ്റുമോ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അനങ്ങുമ്പോൾ താങ്ങുമ്പോൾ വേദനിക്കുന്നു. അങ്ങനത്തെ ഒരു ഇച്ചിരി ആഴപ്പെട്ട ഒരു മുറിവ്, അത് ഒന്ന് തുളഞ്ഞു കയറി ഇപ്പറേ വന്നൊരു മുറിവ് കയ്യാലുണ്ട്, അനക്കാൻ പറ്റുമോ, ഇങ്ങനെ വെച്ചുകൊണ്ട് കിടന്ന് തിരിയുമ്പം വേദനിക്കും. കുളിക്കാൻ നേരത്തെ തന്നെ കൈ പൊക്കി പിടിച്ച് കുളിക്കണം, കൈ വെച്ച് തൂക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ, അത് 2 കയ്യിലുണ്ട്, എങ്ങനെ കുളിക്കും, എങ്ങനെ സോപ്പ് തേക്കും, എങ്ങനെ തോർത്തും? 2 കയ്യിലും വലിയ മുറിവുണ്ടെങ്കിൽ അത് കാലയിലും മാറത്തും. ഇങ്ങനെ പഞ്ചക്ഷതം കെട്ടി പദ്രബിയൊക്കെ 50 വർഷം, 50 വർഷമായപ്പോൾ അത് മാഞ്ഞും പോയി എന്ന് നമുക്കറിയാം. അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല. തമ്മിൽ ചിലപ്പോൾ കൊടുക്കും. ഈ നാളുകളിലും അത് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, ആൾക്കാർക്കുണ്ട്. ദൃശ്യമായ പഞ്ചക്ഷതമുണ്ട്, അദൃശ്യ പഞ്ചക്ഷതങ്ങളൊക്കെ ഉണ്ട്, അദൃശ്യ പഞ്ചക്ഷതമുണ്ട്. അപ്പോൾ അത് ഈ കുരിശിലെ പീഡയൊക്കെ നമ്മൾ മറക്കരുത്, കുരിശിലെ പീഡകൾ മറക്കരുത്. അതുകൊണ്ടാണ് ഈശോ മുറിവുള്ള ആണിപ്പടുത്തുള്ള കരചരണങ്ങളുമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പൗലോസപ്പോസ്തലൻ ഇവിടെ നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുകയാണല്ലോ, എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കണം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം, അതിനുവേണ്ടി അതിലേക്ക് നോക്കണം. ഇവിടെ ഞാൻ ധ്യാനിക്കാൻ വരുന്നതൊക്കെ പറയും, ഒരു ആഗനൈസിങ് ക്രൂസിഫിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആഗനൈസിങ് ജീസസ് ക്രൂസിഫിക്സ്. 2000 ആണ്ടിൽ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു ബർണബാസ് എന്ന് പറഞ്ഞൊരു യുവാവിന്, ഒരു ചെറുപ്പക്കാരന് മരുഭൂമിയിൽ അദ്ദേഹം ഇങ്ങനെ എന്തോ നടക്കുമ്പം ഈശോ കാണപ്പെട്ടിട്ട് ഈശോ തന്നെ കൊടുത്ത ഒരു ക്രൂശിത രൂപമാണ്. ഒരുപാട് ചോരപ്പാടുള്ള ഒരു ക്രൂശിത രൂപം. സാധാരണ ക്രൂശിത രൂപങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കും, തേക്ക് തടിയും മറ്റു തടിയുണ്ടൊക്കെ ആർട്ടിസ്റ്റിക്കായിട്ടുണ്ടാക്കും. ചോരപ്പാട് തീരെ കാണുകയല്ല. പക്ഷേ ഈശോ ചോര കുളിച്ചാണ് മരിച്ചത്. അപ്പം ഇത് 2000 ആണ്ടിൽ ഇങ്ങനൊരു ഒരു വിദ്യാഭ്യാസം, സ്വർഗത്തിൻ്റെ പ്രതിഷ്ഠീകരണങ്ങളൊക്കെ, മാതാ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ഉൾപ്പെടെ ദൈവം എപ്പോഴും ഒരു അക്ഷരാഭ്യാസം പോലും ദൈവശാസ്ത്ര പഠനം ഒന്നും ഇല്ലാത്തവർക്കാണ് തമ്പുരാൻ ദർശനങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം അവരുടെ ബുദ്ധിയിൽ എടുത്ത് പറയുന്ന എന്നൊരു ചിന്ത വരും, തെറ്റിദ്ധാരണ വരും. ഫാത്തിമയിലാകട്ടെ, ലൂർദിലാകട്ടെ, മറ്റേ മജുഗോറിയ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഈ മതമൊക്കെ പ്രത്യക്ഷപ്പെടും. പൊട്ടുമില്ലാത്തവർക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവർക്കൊരു ഗ്രാഹ്യമില്ലാത്ത കാര്യങ്ങൾ അവർ വഴിയായിട്ട് വെളിപ്പെടുത്തും. ഇത് ഒരു പ്രാർത്ഥനയോ അങ്ങനെ വലിയ ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ്റെ യുവാവ്, അക്ഷരാഭ്യാസം പോലുമില്ല, ആഫ്രിക്കയുടെ ഒരു ഉൾപ്രദേശത്തിൽ എവിടെയോ അങ്ങേരിങ്ങനെ മരുപ്രദേശത്തോടെ എന്തോ കാര്യത്തിന് പോകുമ്പം അപ്പുറം നടന്നു വരുന്ന ഒരാൾ അടുത്തടുത്തോട്ട് വന്നു. അടുത്ത് വന്നിട്ട് കൈ കൊടുത്തു ക്രൂശരൂപം, ഇത് നീ ഉപയോഗിക്കണം, ഇതുപോലെയുള്ളത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ ആൾക്കാരോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് മുതൽ ഉണ്ടാക്കി ആൾക്കാർ അനേകർ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കുരിശുരൂപമാണ് ആഗനൈസിങ് ജീസസ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ വേദന സഹിക്കുന്ന ഈശോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കുരിശുരൂപം. അങ്ങനെ ഇവിടെ ഞാനത് ഇപ്പോഴും വാങ്ങിച്ചു വെച്ചിട്ട് ആൾക്കാർ ധ്യാനത്തിന് ഞാൻ പറയും, നിങ്ങളൊരെണ്ണം സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തമാക്കി വെച്ച് ഈശോയെ നോക്കി ധ്യാനിച്ചേയും. ഈശോയുടെ കുരിശിൻ്റെ പീഡകൾ ധ്യാനിക്കണം. കുരിശിൻ്റെ വഴി അതൊരു ഭംഗിക്ക് ചെയ്യാനുള്ളതല്ല. ഈ കഴിഞ്ഞ ധ്യാനം കൂടി ഒരു അച്ഛൻ ഫീഡ്ബാക്ക് എഴുതി വെച്ച് ഞാൻ ഇത് വായിക്കുകയായിരുന്നു. അച്ഛൻ എഴുതിയിരിക്കുകയാണ്, അച്ഛാ ഇവിടെ കുരിശൻ്റെ വീട് നടത്തിയപ്പോൾ എല്ലാം കരയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓരോ കുരിശൻ്റെ വഴിയും കൂടിയത്. നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ഇട്ട് സ്ക്രീനിൽ ഈശോയുടെ കുരിശൻ്റെ രംഗങ്ങളെ കണ്ടുകൊണ്ട് കുരിശൻ നടത്തുക. അച്ഛാ അത് വലിയൊരു അനുഭവമായി എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ എനിക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ, എനിക്ക് സാധിച്ചിപ്പം. അച്ഛൻ ഫീഡ്ബാക്ക് എഴുതിയിരിക്കുക. അപ്പം നമ്മളിത് എടുക്കണ സ്നേഹമുള്ളവരെ, പൗലോസപ്പോസ്തലൻ പറയുന്നത് കണ്ടില്ലേ, യേശുക്രിസ്തു ക്രൂശിതനായവരെ കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അറിയേണ്ടതില്ലെന്ന് ഇവിടെ ധ്യാനിക്കുമ്പോൾ ഞാൻ ധ്യാനിപ്പിക്കുന്നതോടെ ഞാൻ പറയും, നിങ്ങളെല്ലാവരും ഒരു ക്രൂശിത രൂപം സ്വന്തമാക്കണം. നമുക്ക് മാർത്താമ്മ കുരിശൊക്കെ വേണം, ദൈവശാസ്ത്രപരമായിട്ട് നല്ല കരുത്തുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ അങ്ങനെ വേണം.
പക്ഷെ ഈ കുരിശ് എന്ന തടിക്കഷ്ണത്തെ കുരിശിൻ്റെ പവർ ഉള്ളതാക്കി മാറ്റിയത് അതിൽ തൂങ്ങി മരിച്ച ഈശോയാണ്. ആ ക്രൂശിതനെ മറന്നിട്ട് കുരിശ് മാത്രം ഫോക്കസ് ചെയ്ത എന്നതാ അർത്ഥമിരിക്കുന്നത്. കുരിശിനെ കുരിശാക്കിയത്, വിശുദ്ധ കുരിശാക്കിയത് അതിൽ തൂങ്ങി മരിച്ച ഈശോയാണ്. ആ ക്രൂശിതനെ നമ്മൾ നോക്കണം. അപ്പോസ്തലൻ പറയാണ്, ആ ക്രൂശിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം ഇങ്ങനെ അനേകം മണിക്കൂറുകൾ ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ച് ഓർത്തോർത്ത് ധ്യാനിച്ച് ഇരുന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്ന ഒന്നാണ്, മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഞാൻ ഇടയ്ക്ക് ഇവിടെ ധ്യാനത്തിൽ പറയാറുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം. 30-35 വർഷം മുമ്പാണ്. വല്ലാണ്ട് ഞെരുങ്ങി ഒരു സമൂഹത്തിൽ വളരെയധികം പരിഹാസമേറ്റ് നാണം കെട്ട ഒരവസ്ഥയിൽ ഒരിക്കൽ ഞാൻ എൻ്റെ മുറി വന്ന് കയറി. ഒരു പ്രത്യേക സാഹചര്യം അത് വിവരിച്ചു. അങ്ങനെ ഞെരുങ്ങി വന്ന് വിഷമിച്ച് ഞാൻ മുറിക്കകത്ത് വന്ന് കയറി കഥ കടച്ചു, കസേരയിരുന്നു. അപ്പോൾ എൻ്റെ മേശപ്പുറത്തൊരു കുരിശുരൂപമുണ്ട്. ഇത്ര വലുതല്ല, ഇങ്ങനെ കാസ്റ്റ് അയൺ കൊണ്ടുള്ളതാണ്. ഞാനങ്ങനെ ഇരുന്നിട്ട് ആ കുരിശുരൂപം എടുത്ത് 2 കൂടി എടുത്ത് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ആ ഈശോയെ നോക്കിക്കൊണ്ട് ഞാൻ കണ്ണീരോടെ ഞാൻ പറഞ്ഞു, കർത്താവ്, ഇത് പറ്റിയല്ല, ഇങ്ങനെ ഇതുപോലെ പരിഹാസമേക്കാനും നിന്ദയേക്കാനും പറ്റത്തില്ല. ഇങ്ങനൊരു പരാതി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞ് ഞാനിങ്ങനെ ഈശോയെ തന്നെ നോക്കുകയാണ്. ഈശോ ഇങ്ങനെ കുരിശിൽ കൈവരിച്ച് പിടിച്ച് കിടക്കുകയല്ലേ. പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഒരു ചിന്ത എൻ്റെ കൂടെ ശക്തമായിട്ട് പെട്ടെന്ന് കിട്ടുകയാണ്. സ്വരമൊന്നുമല്ല, ശക്തി ചിന്ത. ഇതിനേക്കാളും ആകുമ്പോൾ എന്നോട് പറഞ്ഞേരെ, ഇതിനേക്കാളും ആകുമ്പം എന്നോട് പരാതി പറഞ്ഞേക്കാൻ. ഒന്നും മിണ്ടാതെ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം. എൻ്റെ സകല പ്രശ്നവും തീർന്നു, എൻ്റെ സകല പ്രശ്നങ്ങളും തീർന്നു. എമ്മാവൂസിലേക്ക് 2 പേര് വിഷമിച്ച് പോയപ്പം അവർക്ക് ഈ ശക്തി കൊടുത്ത് എങ്ങനെയാ? ലൂക്ക 24 അല്ലേ? ലൂക്ക 24 എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ നിരാശപ്പെട്ട് മ്ലാനവദനരായി മനസ്സിടിഞ്ഞ് നിരാശപ്പെട്ടു പോകുമ്പം ഈശോ അവരെ ശക്തിപ്പെടുത്തി എങ്ങനെയാ? എന്ത് പറഞ്ഞു കൊടുത്തിട്ടാ? എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നുവെന്ന് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാർ പങ്കുവച്ചതാണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്. എന്നുവെച്ചാൽ തൻ്റെ കുരിശു മരണത്തെക്കുറിച്ചാണ് ഈശോ അവർക്ക് വ്യക്തത കൊടുത്തത്. കുരിശു മരണത്തെക്കുറിച്ച് വ്യക്തത കൊടുത്തത്, അതിനർത്ഥം ആ കുരിശിനെ കുറിച്ചുള്ള ധ്യാനമാണ്. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ഈശോ എമ്മാവൂസ് യാത്രയിൽ അവർക്ക് കൊടുത്തത്. ആ ധ്യാനം കേട്ട് അവർക്ക് ഉള്ളു കത്താൻ തുടങ്ങി. ഹൃദയം മന്ദീഭവിച്ചവരായിരുന്നു. ഈശോ വിളിക്കുന്നുണ്ട്, ഹൃദയം മന്ദീഭവിച്ചവരെ. അവരുടെ ഹൃദയം മന്ദിച്ച് അവർ വാടിക്കോടി വല്ലാത്ത അവസ്ഥയിലായത് ഈശോ മാറ്റിയെടുത്തത് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടാണ്. ഹൃദയം ജ്വലിച്ചിരുന്നു. അവർ സംസാരിച്ചപ്പോൾ ഹൃദയം ജ്വലിക്കുകയായിരുന്നല്ലോ എന്നവർ പിന്നെ പറയുന്നുണ്ട്. പിന്നെ ഇവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. അവരുടെ മനസ്സിൻ്റെ ശക്തി കെട്ടുപോയതെല്ലാം മാറി. കണ്ടോ, മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോയവരായിരുന്നു അവർ. പീഡാസഹനത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടിക്കഴിഞ്ഞപ്പം കരുത്ത് കിട്ടി. ആ രാത്രി തന്നെ അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ആസന്നമായ തങ്ങൾക്കുണ്ടാകാവുന്ന ഞെരുക്കം, ഉപദ്രവം, ഈശോയുടെ കുരിശുമരണം ഇതോർത്ത് തളർന്നു പോയവർ ഒരു പകല് മുഴുവൻ എടുത്ത് നടന്ന 11 കിലോമീറ്റർ ഉണ്ട്. ഒരു മണിക്കൂറുകൾ നടപ്പാ, വാടിത്തൂക്കി നടന്നു പോയതാ. അത്രയും 11 കിലോമീറ്റർ അത്താഴം കഴിഞ്ഞ അവസ്ഥയിൽ അവർ രാത്രി തിരിച്ചോടി. അത്രയും കരുത്ത് കിട്ടി. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും സഹനങ്ങളും ഞെരുക്കങ്ങളും മൂലം നമ്മൾ തളർന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈശോയുടെ കുരിശു മരണത്തെ, പീഡാസഹനത്തെ ധ്യാനിക്കണം, നോക്കണം. അതാണ് നമ്മൾ യോഹന്നാൻ 19 സുവിശേഷം വായിച്ചൊരു അവസാന വാക്യം. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അങ്ങനെ എത്ര പേര് നോക്കി നിൽക്കാറുണ്ട്? നമ്മൾ എത്ര പേരുണ്ട് ഒരു ക്രൂശ് രൂപത്തിലേക്ക് നോക്കി ഈശോയുടെ മുറിവുകൾ ധ്യാനിച്ച് പീഡാസഹനത്തെ ഓർത്ത് അല്പസമയം ചെലവഴിക്കാൻ
ബോധ്യമുള്ളവർ, സമയം ചെലവഴിക്കുന്നവർ എത്ര പേരുണ്ട് ഓർത്ത് നോക്കിക്കേ. അതുവഴി നമുക്ക് കരുത്ത് കിട്ടണം. ഈശോ കുരിശ് കിടന്ന് മരിച്ചപ്പോൾ തടിയിലുണ്ടായ ശക്തി, കുരിശിന് പതിഞ്ഞ പവർ നമ്മിലേക്ക് പതിച്ചെടുക്കാൻ ക്രൂശിതനായ ഈശോയെ നോക്കി ധ്യാനിക്കണം. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാഥമിക ദൈവശാസ്ത്രജ്ഞനാണ് പൗലോസ് അപ്പോസ്തലൻ. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് ഈടും പാപം വരച്ചത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് കണ്ടല്ലോ, ക്രൂശിക്കപ്പെട്ട ഈശോയെ അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് എനിക്കറിയേണ്ടതില്ല. അതിനെ തിരുത്തി പറയാൻ നമുക്ക് ആർക്കുമില്ല. നമ്മൾ ആരും ആളല്ല അതിനെ തിരുത്തി പറയാൻ. അപ്പോസ്തലരുടെ അനുഭവം അതാണ്, പ്രബോധനം അതാണ്. എങ്കിലും ഇഷ്ടമുള്ളവർ അതിലേക്ക് നമ്മൾ വരണം. ഇവിടെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഈ ശ്രീവാകാലം നാളെ നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പം യാന്ത്രികമായ വെറും ദൈവശാസ്ത്രപരമായ ചില നിരീക്ഷണങ്ങളും കാര്യങ്ങളും ചിന്തകളും മാത്രം കടത്തിവിടേണ്ട ഒരല്പം ഡ്രൈ ആയിട്ടുള്ള ഫീസ്റ്റായിട്ട് മാറരുത്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമുക്ക് അനേകർക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ശുഷ്കമായ തിരുനാളാണ്. നമുക്കൊരു മാംസളത്വമില്ല തിരുനാൾ. ക്രിസ്തുമസ്, പെന്തക്കുസ്ത, ഓക്കെ, ഉയർപ്പ്, ഓക്കെ, ഓശാന, ദുഃഖവെള്ളി, പെസഹ, അതൊക്കെ നമുക്ക് നല്ല മാംസളമായ തിരുനാളുകളാണ്. ആ നിരയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൈസ്തവ സഭാ ജീവിതത്തിൽ ആദ്യം രൂപപ്പെട്ട് വന്ന തിരുനാളാണ് എങ്കിൽ പോലും വളരെ ഡ്രൈ എന്ന് പറയാവുന്ന ഒരു തിരുനാളാണ് കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അങ്ങനെ തന്നെ നമുക്കത് തോന്നിപ്പോവുക. പക്ഷെ അങ്ങനെ അല്ല, നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കുരിശൻ്റെ പുകഴ്ച, കുരിശന് സ്ഥാനം കൊടുത്തുള്ള ഒരു ശൈലി നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ ക്രിസ്തോഷ്ടം പിതാവിൻ്റെ തിരുനാൾ ദിവസം പറഞ്ഞത് ജോൺ ക്രിസ്തോഷ്ടം, അദ്ദേഹം പിന്നെ കുരിശൻ്റെ മുദ്ര എപ്പോഴും എടുക്കണം. നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വലിയ കുരിശടയാളം വരച്ചുള്ള പ്രാർത്ഥന, വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ സത്യങ്ങളുടെ തമ്പുരാനെ, അതൊരു ഡെലിവറൻസ് പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോഴും കിടക്കുന്നതിന് മുമ്പും പള്ളിച്ചെന്ന് കയറുമ്പോഴെല്ലാം നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അത് ഈ ക്രിസ്തോസ്റ്റം പിതാവ് പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അർത്ഥം ചെയ്യണം. ഇതുമായി ഇങ്ങനെ വരച്ച് ഇങ്ങനെ കുമ്പിട്ട് പോകാനുള്ള അല്ല, അറിഞ്ഞ് ആ സംരക്ഷണം നമ്മൾ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.